വെൽക്കം ബാക്ക് ടു പി എസ് സി എക്സാം എക്സ്പ്രസ്. പി എസ് സി എക്സാം എക്സ്പ്രസിന്റെ ക്ലാസ്സുകൾ തുടരുകയാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ കേറ്ററ്റ് സോഷ്യൽ സയൻസിലെ 300 മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാറ്റഗറി 2 ഒക്കെ എഴുതുന്ന അധ്യാപകർക്ക് ഈ ക്ലാസ് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്ന് തന്നെ കരുതുന്നു. തുടർന്നുള്ള ക്ലാസ്സുകൾ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഭൂമിയിലെ ഒരു ദിവസം എന്നത് എന്താണ്? ഭൂമിയിലെ ഒരു ദിവസം എന്നാൽ എന്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയത്തിനെ പറയുന്ന പേരാണ് ഭൂമിയിലെ ഒരു ദിവസം. അപ്പോ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയമാണ് ഭൂമിയിലെ ഒരു ദിവസം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ശുക്രനാണ് ശരിയായ ഉത്തരം. മെഹ്റൂളി ഇരുമ്പ് സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? മെഹ്റൂളി ഇരുമ്പ് സ്തംഭം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കാലാന്തരിക ശില ഏത്? കാലാന്തരിക ശില ഇവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഗ്രാനൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, സ്ലേറ്റ്, കൽക്കരി. ഏതാണ്? ഓപ്ഷൻ സി ആണ്, സ്ലേറ്റ് ആണ് കാലാന്തരിക ശില. അടുത്ത ചോദ്യം: മനുഷ്യ വികസന സൂചക റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് മനുഷ്യ വികസന സൂചക റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകൃതി വിഭാഗം ഇവയിൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ ഡി ആണ്, ഉപദ്വീപീയ പീഠഭൂമിയാണ്. അടുത്ത ചോദ്യം: ചുവടെ ചേർത്തിട്ടുള്ളവയിൽ സമുദ്രാന്തര പർവ്വത നിരകൾ ഏത് ഇടങ്ങളിലെ സവിശേഷതയാണ്? എവിടത്തെ സവിശേഷതയാണ് സമുദ്രാന്തര പർവ്വത നിരകൾ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വിയോജക സീമകൾ, ബി സംയോജക സീമകൾ, സി ഛേദക സീമകൾ, ഡി വൻകര സീമകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, വിയോജക സീമകളിലെ സവിശേഷതയാണ്. അടുത്ത ചോദ്യം നോക്കാം. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകന്റെ പേര് എഴുതുക. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാപകമായി കാണുന്ന നൈസർഗിക സസ്യജാലമാണ്. ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാപകമായി കാണുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കണ്ടൽ കാടുകളാണ്. കണ്ടൽ കാടുകൾ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഓപ്ഷൻ എ ആണ്, ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണാണ് ശരിയായ ഉത്തരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? ലാറ്ററൈറ്റ് മണ്ണാണ്. അടുത്ത ചോദ്യം: ചുവടെ ചേർത്തിട്ടുള്ളവയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഏത് കാറ്റുകളുടെ തുടർച്ചയാണ്? ചുവടെ ചേർത്തവയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഏത് കാറ്റുകളുടെ തുടർച്ചയാണ്? ഓപ്ഷൻസ് നോക്കാം. വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ, ബി തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ, സി തെക്കു പടിഞ്ഞാറൻ വാണിജ്യവാദങ്ങൾ, ഡി പശ്ചിമവാദങ്ങൾ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളുടെ തുടർച്ചയായിട്ടാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം ഇതാണ്: ടോപ്പോഗ്രാഫിക് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത് ആരാണ്? ടോപ്പോഗ്രാഫിക് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, സർവേ ഓഫ് ഇന്ത്യ ആണ്. സർവേ ഓഫ് ഇന്ത്യ ആണ് ടോപ്പോഗ്രാഫിക് ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത്. അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം ഇതാണ്: തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? ഇവയിൽ ചോളന്മാരാണോ, പല്ലവന്മാർ, ചാലൂക്യന്മാർ, ഹോയ്സലന്മാർ? ഇവിടെ ശരിയായ ഉത്തരം ഏതായിട്ട്? ഓപ്ഷൻ എ ആണ്, ചോളന്മാരാണ്. ചോളന്മാരാണ് ബൃഹദീശ്വര ക്ഷേത്രവുമായിട്ട്, തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. നാനാ സാഹിബാണ് 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, ഗട്ടാമെലീത്ത എന്ന ശില്പം നിർമ്മിച്ചത് ആര്? ഗട്ടാമെലീത്ത എന്ന ശില്പം നിർമ്മിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, ഡൊണാറ്റെല്ലോ. ഡൊണാറ്റെല്ലോ ആണ് ഗട്ടാമെലീത്ത എന്ന ശില്പം നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, തമ്മിൽ അകലം കുറവായ സമ്മർദ്ദ രേഖകൾ സൂചിപ്പിക്കുന്നത്. തമ്മിൽ അകലം കുറവായ സമ്മർദ്ദ രേഖകൾ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, തീവ്രമായ മർദ്ദ വ്യത്യാസത്തിനെയാണ് തമ്മിൽ അകലം കുറവായ സമ്മർദ്ദ മേഖലകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഗുണഭോക്താക്കളിൽ ഉൾപ്പെടുന്നത് ആരാണ്?
നമുക്കറിയാം ചോദ്യത്തിൽ തന്നെ ഉണ്ട് കിസാൻ, കർഷകരാണ് ശരിയായ ഉത്തരം. കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഗുണഭോക്താക്കളിൽ ഉൾപ്പെടുന്നത് കർഷകരാണ്. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള നദി ഏതാണ്? കേരളത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള നദി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മഞ്ചേശ്വരം പുഴയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പാതുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാതുവ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി, ഇറ്റലിയിലാണ് പാതുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം ഇതാണ്, കുറിഞ്ചി തിണയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത കണ്ടെത്തുക. കുറിഞ്ചി തിണയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത കണ്ടെത്തുക. എന്താണ് കുറിഞ്ചി തിണ? ഓപ്ഷൻസ് നോക്കാം. സമുദ്ര തീരപ്രദേശം, ബി കുന്നിൻ പ്രദേശം, സി വരണ്ട ഭൂമി, ഡി നദീതടം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുന്നിൻ പ്രദേശമാണ് ശരിയായ ഉത്തരം. കുന്നിൻ പ്രദേശമാണ് കുറിഞ്ചി തിണ. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം ഇതാണ്, സിഗരറ്റുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? സിഗരറ്റുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ? ഈജിപ്ത്, ഹാരപ്പ, മോഹൻജദാരോ, മെസപ്പൊട്ടോമിയ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മെസപ്പൊട്ടോമിയയുമായി ബന്ധപ്പെട്ടതാണ് സിഗരറ്റുകൾ. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം, ഗ്രീനിച്ച് സമയവും ഇന്ത്യയുടെ മാനക സമയവും എത്ര മണിക്കൂർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഗ്രീനിച്ച് സമയവും ഇന്ത്യയുടെ മാനക സമയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 5 മണിക്കൂർ 30 മിനിറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 5 മണിക്കൂർ 30 മിനിറ്റ്. 23ാമത്തെ ചോദ്യം ഇതാണ്, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ഡൽഹൌസി പ്രഭുവാണ്. ഓർത്തു വയ്ക്കുക, ഡൽഹൌസി പ്രഭുവാണ്. 24ാമത്തെ ചോദ്യം ഇതാണ്, ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന മിനിമം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയുടെ പേരെന്താണ്? ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന മിനിമം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഡി ആണ്, ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്, ചൗരി ചൗര സംഭവം നടന്ന വർഷം. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഓപ്ഷൻ സി, 1922ലാണ് ചൗര ചൗര സംഭവം നടന്നത്. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം ഇതാണ്, താഴെ തന്നിട്ടുള്ളവയിൽ 1991 പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ ഉദാരവൽക്കരണം, ബി സ്വകാര്യവൽക്കരണം, സി ആഗോളവൽക്കരണം, ഡി പ്രൊഫഷണലൈസേഷൻ. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്, പ്രൊഫഷണലൈസേഷൻ ആണ്. ബന്ധമില്ലാത്തതാണ്. അടുത്ത ചോദ്യം ഇതാണ്, താഴെ തന്നിട്ടുള്ളവയിൽ ഏത് സ്ഥാപനത്തിനാണ് ഇന്ത്യയിൽ പണം അടിച്ചിറക്കുന്നതിനുള്ള കുത്തക അവകാശമുള്ളത്? ശരിയായ ഉത്തരം നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI ആണ്. അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യം, അക്ബർ നാമ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിന്റെ പേരെഴുതുക. അക്ബർ നാമ എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, അബുൽ ഫസൽ. അബുൽ ഫസൽ ആണ് അക്ബർ നാമ എഴുതിയത്. അടുത്ത ചോദ്യം ഇതാണ്, മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന 5 വണ്ണം എന്തായിരുന്നു? എന്തായിരുന്നു 5 വണ്ണം? ഓപ്ഷൻസ് നോക്കാം. കച്ചവടക്കാരുടെ സംഘം, ബി നികുതി, സി 5 വിളക്കുകൾ, ഡി ഫലപുഷ്ടമായ ഭൂമി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കച്ചവടക്കാരുടെ സംഘമാണ് 5 വണ്ണക്കാർ അല്ലെങ്കിൽ 5 വണ്ണം എന്നറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഉൾപ്പെടുന്നത് ഏത്? അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഉൾപ്പെടുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം, ബി രാജ്യത്തിനകത്തുള്ള പ്രദേശത്തിൽ നടക്കുന്ന വ്യാപാരം, സി രാജ്യത്തിനകത്തുള്ള സംസ്ഥാനങ്ങളിൽ തമ്മിലുള്ള വ്യാപാരം, ഡി രാജ്യത്തിനകത്തുള്ള ഉൽപാദക യൂണിറ്റുകൾ തമ്മിലുള്ള വ്യാപാരം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരമാണ് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യം ഇതാണ്, വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച സമീപനം ഏതാണ്? വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച സമീപനം. ഓപ്ഷൻസ് നോക്കാം. എ അവർക്ക് വിവരങ്ങൾ നൽകുന്നത്, സി പ്രചോദനാത്മകമായിരിക്കുന്നത്, സി മികച്ച സമ്മാനങ്ങൾ നൽകുന്നത്, ഡി ക്ലാസ്സിൽ പ്രസംഗം നടത്തുന്നത്. ഓക്കെ, ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രചോദനാത്മകമായിരിക്കുന്നതാണ്. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം, ഒരു പഠന കോഴ്സിന്റെ അവസാനം നടത്തുന്ന മൂല്യനിർണ്ണയം ഏത്? ഒരു പഠന കോഴ്സിന്റെ അവസാനം നടത്തുന്ന മൂല്യനിർണ്ണയം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ആത്യന്തിക മൂല്യനിർണ്ണയം, ബി സംരചന മൂല്യനിർണ്ണയം, സി തുടർച്ചയായ മൂല്യനിർണ്ണയം, ഡി പ്രക്രിയ മൂല്യനിർണ്ണയം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ആത്യന്തിക മൂല്യനിർണ്ണയം, സമ്മേറ്റീവ് അസസ്മെന്റ്. അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. MS
സ്വാമിനാഥനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യം ഇതാണ്. ന്യൂമിസ്മാറ്റിക്സ് എന്നത് എന്താണ്? ന്യൂമിസ്മാറ്റിക്സ് എന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. നാണയങ്ങളുടെ പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. അടുത്ത ചോദ്യം 35ാമത്തെ ചോദ്യം ഇതാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ദ്വിമാന പ്രാതിനിധ്യം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഗ്ലോബ്, ഫിലിം, മാപ്പ്, വിഷ്വൽസ്. ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി തന്നെയാണ്. മാപ്പാണ് ദ്വിമാന പ്രാതിനിധ്യം. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ദ്വിമാന പ്രാതിനിധ്യമാണ് മാപ്പ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യം. തിരിച്ചു വിളിക്കൽ എന്ന പ്രത്യക്ഷ ജനാധിപത്യ രീതി നിലനിൽക്കുന്ന രാജ്യം ഏതാണ്? തിരിച്ചു വിളിക്കൽ എന്ന പ്രത്യക്ഷ ജനാധിപത്യ രീതി നിലനിൽക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി തന്നെയാണ്. സ്വിറ്റ്സർലൻഡ് ആണ് ശരിയായ ഉത്തരം. സ്വിറ്റ്സർലൻഡിലാണ് തിരിച്ചു വിളിക്കൽ എന്ന പ്രത്യക്ഷ ജനാധിപത്യ രീതി നിലനിൽക്കുന്നത്. അടുത്ത ചോദ്യം. ഒരു നല്ല അധ്യാപകൻ ആരായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. വിഭവ സമൃദ്ധവും സ്വേച്ഛാധിപതിയുമായിരിക്കണം. ബി, വിഭവ സമൃദ്ധവും ഏകാധിപതിയുമായിരിക്കണം. സി, വിഭവ സമൃദ്ധവും പങ്കെടുക്കുന്നതുമായിരിക്കണം. ഡി, വിഭവ സമൃദ്ധവും ആധിപത്യമുള്ളതുമായിരിക്കണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. വിഭവ സമൃദ്ധവും പങ്കെടുക്കുന്നതും. അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യം ഇതാണ്. റിസർച്ചിലെ കണ്ടെത്തലിന്റെ ആധികാരികത എന്നത് എന്താണ്? റിസർച്ചിലെ കണ്ടെത്തലിന്റെ ആധികാരികത എന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. മൗലികത, വാലിഡിറ്റി, വസ്തുനിഷ്ഠത, ഡി ഇവയെല്ലാം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്. ഇവയെല്ലാം തന്നെ റിസർച്ചിലെ കണ്ടെത്തലിന്റെ ആധികാരികതയാണ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ പെടാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, വോട്ടർ പട്ടിക തയ്യാറാക്കുക. ബി, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക. സി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുക. ഡി, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ പെടാത്തത്. അടുത്ത ചോദ്യം 41ാമത്തെ ചോദ്യം ഇതാണ്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ചിന്തകൻ ആരാണ്? പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്. അരിസ്റ്റോട്ടിലാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ്. അടുത്ത ചോദ്യം. സാൻമാർഗികതയുടെ മാനദണ്ഡമാകുന്നവയിൽ ഏതാണ് സാൻമാർഗികതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. മൗലികതയാണ്. അടുത്ത ചോദ്യം 43ാമത്തെ ചോദ്യം. തമിഴ്നാട്ടിൽ നിന്നുള്ള സംസ്ഥാന പാർട്ടികളെ കണ്ടെത്തുക. ഇവയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള സംസ്ഥാന പാർട്ടി ഏതാണ്? ഓപ്ഷൻ എ, നാഷണൽ കോൺഫറൻസ്. ബി, DMK. സി, ശിവസേന. ഡി, ജനതാദൾ എസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. DMK ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 44ാമത്തെ ചോദ്യം. GST ബിൽ അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? GST ബിൽ അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി ആണ്. ആസാം ആണ് ശരിയായ ഉത്തരം. ആസാം ആണ് GST ബിൽ അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം. ഫീൽഡ് പഠനം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളുമായിട്ടാണ് ഫീൽഡ് പഠനം ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സാമൂഹ്യശാസ്ത്രത്തിന്റെ വ്യാപ്തി എന്താണ്? സാമൂഹ്യശാസ്ത്രത്തിന്റെ വ്യാപ്തിയാകുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. വിശാലവും വിപുലവുമാണ്. ബി, നിരീക്ഷിക്കാവുന്നതാണ്. സി, പരിമിതമായ പ്രയോഗക്ഷമത. ഡി, അളക്കാവുന്നതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. വിശാലവും വിപുലവുമാണ് സാമൂഹ്യശാസ്ത്രത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. 47ാമത്തെ ചോദ്യം ഇതാണ്. സാമൂഹ്യശാസ്ത്രം ആത്യന്തികമായി കൈകാര്യം ചെയ്യുന്നത് എന്തിന്റെ വികാസത്തെയാണ്? സോഷ്യൽ സയൻസ് അൾട്ടിമേറ്റ്ലി ഡീൽസ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സമൂഹമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 48ാമത്തെ ചോദ്യം ഇതാണ്. നയരൂപീകരണവും നയങ്ങൾ നടപ്പിലാക്കലും ആരുടെ ഉത്തരവാദിത്വമാണ്? ഓപ്ഷൻ എ, നിയമനിർമ്മാണ സഭ. ബി, നീതിന്യായ വിഭാഗം. സി, കാര്യനിർവഹണ വിഭാഗം. ഡി, രാഷ്ട്രീയ പാർട്ടികൾ. ഇവിടെ ശരിയായ ഉത്തരം കാര്യനിർവഹണ വിഭാഗമാണ്. അടുത്ത ചോദ്യം. ദ്വിതീയ സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻസ് നോക്കാം. എ, നാണയങ്ങൾ. സ്റ്റാമ്പുകൾ. ചരിത്രപരമായ ചിത്രങ്ങൾ. വർത്തമാന പത്രങ്ങൾ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വർത്തമാന പത്രങ്ങളാണ്. അടുത്ത ചോദ്യം. ഇതൊരു ഓർഗനൈസേഷൻ ചാർട്ട് ആകുന്നു. ഇതിൽ ഓർഗനൈസേഷൻ ചാർട്ട് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എ, ഫ്ലോ ചാർട്ട്. ടൈം ചാർട്ട്. സി, ഇഷ്യൂ ചാർട്ട്. ഡി, ടേബിൾ ചാർട്ട്. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഫ്ലോ ചാർട്ട് ആണ് ഒരു ഓർഗനൈസേഷൻ ചാർട്ട്. 51ാമത്തെ ചോദ്യം ഇതാണ്. ബ്ലൂമിന്റെ പുതുക്കിയ വർഗീകരണത്തിന്റെ ഏറ്റവും ഉയർന്ന ചിന്താശേഷി ഏതാണ്? ഹയസ്റ്റ് തിങ്കിങ് എബിലിറ്റി ഇൻ ബ്ലൂംസ് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, അപഗ്രഥനം അല്ലെങ്കിൽ അനാലിസിസ്. ബി, വിലയിരുത്തൽ അല്ലെങ്കിൽ ഇവാലുവേഷൻ. സി, പ്രയോഗിക്കൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ. ഡി, സൃഷ്ടിക്കൽ അല്ലെങ്കിൽ
ക്രിയേറ്റ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സൃഷ്ടിക്കൽ അല്ലെങ്കിൽ ക്രിയേറ്റ് ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 52ാമത്തെ ചോദ്യം ഇതാണ്: ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ആധുനിക പഠന സഹായി? ഏറ്റവും ആധുനിക പഠന സഹായി ഇവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ബ്ലാക്ക് ബോർഡ്, ബി ഗ്രീൻ ബോർഡ്, സി വൈറ്റ് ബോർഡ്, ഡി സ്മാർട്ട് ബോർഡ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്മാർട്ട് ബോർഡ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 53ാമത്തെ ചോദ്യം ഇതാണ്: അടിസ്ഥാന വിദ്യാഭ്യാസം, ബേസിക് എഡ്യൂക്കേഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ സി ആണ്, മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ്. 54ാമത്തെ ചോദ്യം ഇതാണ്: ICT സൂചിപ്പിക്കുന്നത്, ICTയുടെ ഫുൾ ഫോം എന്താണ്? ICT എന്നത് ഓപ്ഷൻ എ ആണ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ്. ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. 55ാമത്തെ ചോദ്യം ഇതാണ്: പാഠ്യപദ്ധതിയിൽ സ്ഥലത്തിനും കാലത്തിനും പ്രാധാന്യമുള്ളത് ഏതാണ്? സ്ഥലത്തിനും കാലത്തിനും പ്രാധാന്യമുള്ളത് ചരിത്രത്തിനാണ്. ചരിത്രത്തിനാണ് പാഠ്യപദ്ധതിയിൽ സ്ഥലത്തിനും കാലത്തിനും പ്രാധാന്യമുള്ളത്. 56ാമത്തെ ചോദ്യം ഇതാണ്: എഡ്ഗാർ ഡയൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? എഡ്ഗാർ ഡയൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പഠനാനുഭവങ്ങളുടെ കോൺ, അതായത് കോൺ ഓഫ് എക്സ്പീരിയൻസ്. 57ാമത്തെ ചോദ്യം ഇതാണ്: പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം ഏതാണ്? പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം. ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം, ബി USA, സി ഇന്ത്യ, ഡി ഗ്രീസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗ്രീസ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 58ാമത്തെ ചോദ്യം: കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്നതിനായി ഒന്നിച്ച് സമാഹരിക്കുന്നത് ഏതാണ്? കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്നതിനായി ഒന്നിച്ച് സമാഹരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. എ പോർട്ട്ഫോളിയോ, ബി ആക്ഷൻ റിസർച്ച്, സി ഉപന്യാസ രേഖ, ഡി പ്രൊജക്ട്. ശരിയായ ഉത്തരം പോർട്ട്ഫോളിയോ ആണ്, പോർട്ട്ഫോളിയോ. അടുത്ത ചോദ്യം 59ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇന്ത്യയിലെ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം 60ാമത്തെ ചോദ്യം ഇതാണ്: ചുവടെ നൽകിയിരിക്കുന്നതിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് ഏതാണ്? ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഉപയോഗിക്കാൻ സാധ്യത ഉള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സിംബോസിയം, ബി കൊളോക്കിയം, സി വെബിനാർ, ഡി വർക്ക്ഷോപ്പ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വെബിനാർ ആണ്. ഓക്കെ, വെബിനാർ ആണ് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്: ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരി ആരാണ്? ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് തലസ്ഥാനത്തെ മാറ്റിയ ഭരണാധികാരി ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ശരിയായ ഉത്തരം, മുഹമ്മദ് ബിൻ തുഗ്ലക്. 62ാമത്തെ ചോദ്യം ഇതാണ്: ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് ദ നേഷൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. അടുത്ത ചോദ്യം 63ാമത്തെ ചോദ്യം: നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യത്തെ കണ്ടെത്തുക. നൈലിന്റെ ദാനം ആരാണ്? നൈലിന്റെ ദാനം ഈജിപ്താണ്. ഈജിപ്താണ് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം. അടുത്ത ചോദ്യം 64ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായി പരിഗണിക്കപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായി പരിഗണിക്കപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, MS സ്വാമിനാഥൻ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 65ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ തിങ്കളാഴ്ച രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1:30 മണി. ഉച്ചയ്ക്ക് 1:30 മണിയാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 66ാമത്തെ ചോദ്യം ഇതാണ്: ഛത്രപതി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഛത്രപതി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്, ശിവജിയുമായിട്ടാണ്. ഛത്രപതി ശിവജി. അടുത്ത ചോദ്യം 62ാമത്തെ ചോദ്യം: എ ബി എന്നിവ രണ്ട് ടെക്ടോണിക് ഫലകങ്ങളാണ്. ബിയേക്കാൾ സാന്ദ്രത കൂടിയ ഫലകമാണ് എ. അപ്പൊ രണ്ട് ഫലകങ്ങൾ, രണ്ട് ടെക്ടോണിക് ഫലകങ്ങൾ. അതിൽ ബിയേക്കാൾ സാന്ദ്രത കൂടിയത് ആർക്കാണ്? എക്കാണ്. ഈ ഫലകങ്ങൾ പരസ്പരം അടുക്കുമ്പോൾ ചുവടെ പറയുന്നവയിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത്? അപ്പോൾ രണ്ട് ഫലകങ്ങൾ ഒന്നിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് മറ്റൊന്നിന്. അപ്പോൾ ഈ രണ്ട് ഫലകങ്ങൾ തമ്മിൽ അടുക്കുമ്പോൾ ചുവടെ പറയുന്നവയിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫലകം ബി ഫലകത്തിനടിയിലേക്ക് ആഴ്ന്നു പോകുന്നു. ബി ഫലകം എ ഫലകത്തിനടിയിലേക്ക് ആഴ്ന്നു പോകുന്നു. സി രണ്ട് ഫലകങ്ങൾക്കും ഒന്നും സംഭവിക്കുന്നില്ല. ഡി രണ്ട് ഫലകങ്ങളും പരസ്പരം ഉരസി നീങ്ങുന്നു. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, എ ഫലകം ബി ഫലകത്തിനടിയിലേക്ക് ആഴ്ന്നു പോകുന്നു. അതായത് സാന്ദ്രത കൂടിയ എ ഫലകം സാന്ദ്രത കുറഞ്ഞ ബി ഫലകത്തിനടിയിലേക്ക് ആഴ്ന്നു പോകുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം: മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ബാബർ ആണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം.
അടുത്ത ചോദ്യം 69ാമത്തെ ചോദ്യം GSTയുടെ ഭാഗമല്ലാത്ത നികുതി തിരിച്ചറിയുക. GSTയുടെ ഭാഗമല്ലാത്ത നികുതി. ഓപ്ഷൻസ് നോക്കാം. എ കേന്ദ്ര എക്സൈസ് നികുതി, ബി സേവന നികുതി, സി വ്യക്തിഗത ആദായ നികുതി, ഡി കേന്ദ്ര വിൽപ്പന നികുതി. ഇവയിൽ GSTയുടെ ഭാഗമല്ലാത്ത നികുതി ഓപ്ഷൻ സി ആണ്, വ്യക്തിഗത ആദായ നികുതിയാണ്. വ്യക്തിഗത ആദായ നികുതിയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, പെട്രാർക്കാണ്. പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ബംഗാൾ വിഭജനത്തിന് ഉത്തരവാദിയായ വൈസ്രോയിയുടെ പേരെഴുതുക. ബംഗാൾ വിഭജനത്തിന് ഉത്തരവാദിയായ വൈസ്രോയി ഓപ്ഷൻ സി ആണ്, കഴ്സൺ പ്രഭു ആണ് ശരിയായ ഉത്തരം. കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനത്തിന് ഉത്തരവാദിയായ വൈസ്രോയി. അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകം ഏത്? ഋതുഭേദങ്ങൾക്ക് കാരണം ആവാത്ത ഘടകമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഭൂമിയുടെ പരിക്രമണം, ബി ഭൂമിയുടെ ഭ്രമണം, സി ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ്, ഡി ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സമാന്തരത. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭൂമിയുടെ ഭ്രമണമാണ് ഋതുഭേദങ്ങൾക്ക് കാരണമല്ലാത്ത ഘടകം. അടുത്ത ചോദ്യം 74ാമത്തെ ചോദ്യം ഇതാണ്. കുണ്ടറ വിളംബരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? കുണ്ടറ വിളംബരം ബന്ധപ്പെട്ടിരിക്കുന്ന ആരുമായിട്ടാണ്? അതെ, ഓപ്ഷൻ സി ആണ്, വേലുത്തമ്പി ദളവയുമായിട്ടാണ് കുണ്ടറ വിളംബരം ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം 75ാമത്തെ ചോദ്യം കേരളം ഉൾപ്പെടുന്ന താപീയ മേഖല ഏതാണ്? കേരളം ഉൾപ്പെടുന്ന താപീയ മേഖല ഏതാണ്? ഇവയിൽ ശീതോഷ്ണ മേഖല, ഉപോഷ്ണ മേഖല, ശൈത്യ മേഖല, ഉഷ്ണമേഖല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഉഷ്ണമേഖലയാണ് കേരളം ഉൾപ്പെടുന്ന താപീയ മേഖല. അടുത്ത ചോദ്യം വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 77ാമത്തെ ചോദ്യം തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതി തിരിച്ചറിയുക. ഇവയിൽ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ തൊഴിൽ നികുതി, ബി ഭൂനികുതി, സി വ്യക്തിഗത വരുമാന നികുതി, ഡി കോർപ്പറേറ്റ് നികുതി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, തൊഴിൽ നികുതിയാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതി. അടുത്ത ചോദ്യം 78ാമത്തെ ചോദ്യം ഇതാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഈ പ്രസ്താവന ആരുടേതാണ്? എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ എ ആണ്, ശ്രീ നാരായണ ഗുരുവിൻ്റെതാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. 79ാമത്തെ ചോദ്യം ഇതാണ്. ചുവടെ നൽകിയിരിക്കുന്ന ഭൂരൂപ രൂപീകരണ സഹായികളിൽ ഏതുമായിട്ടാണ് കാർസ്റ്റ് ഭൂപ്രകൃതി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭൂപ്രകൃതിയാണ് കാർസ്റ്റ് ടോപ്പോഗ്രഫി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭൂഗർഭ ജലവുമായിട്ടാണ് കാർസ്റ്റ് ടോപ്പോഗ്രഫി ബന്ധപ്പെട്ടിരിക്കുന്നത്. 80ാമത്തെ ചോദ്യം ഇതാണ്. ചുവടെ നൽകിയിരിക്കുന്ന നിറങ്ങളിൽ ഏതാണ് ഒരു ധരാതരീയ ഭൂപടത്തിൽ കൃഷിഭൂമിയെ ചിത്രീകരിക്കാനായി ഉപയോഗിക്കുന്നത്? ഒരു ധരാതരീയ ഭൂപടത്തിൽ കൃഷിഭൂമിയെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മഞ്ഞയാണ് ശരിയായ ഉത്തരം, മഞ്ഞ. ഓക്കെ. അടുത്ത ചോദ്യം 81ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി അല്ലാത്തത് ഏത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. പെരിയാർ, പാമ്പാർ, ചാലിയാർ, ഭാരതപ്പുഴ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാമ്പാർ ആണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി അല്ലാത്തത്. നദി അല്ലാത്തത്. അടുത്ത ചോദ്യം നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ആണ്, പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം 83ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ ആർമി അതായത് INA ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് INA അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. 84ാമത്തെ ചോദ്യം ഇതാണ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഹിമാലയ പർവ്വതം ഒരു ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഉദാഹരണം അല്ലാത്തതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ യുവത്വ ഘട്ടത്തിലുള്ള പർവ്വതങ്ങൾ, ബി സമാന്തര നിരകൾ ഉള്ള പർവ്വതങ്ങൾ, സി വാർദ്ധക്യ ഘട്ടത്തിലുള്ള പർവ്വതങ്ങൾ, ഡി ഹിമശൃംഗങ്ങളോട് കൂടിയ പർവ്വതങ്ങൾ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വാർദ്ധക്യ ഘട്ടത്തിലുള്ള പർവ്വതങ്ങളാണ് ഹിമാലയ പർവ്വതം ഉദാഹരണം അല്ലാത്തത്. ബാക്കിയെല്ലാം ഹിമാലയ പർവ്വതത്തിന്റെ സവിശേഷതകളാണ്. അടുത്ത ചോദ്യം 85ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. അടുത്ത ചോദ്യം 86ാമത്തെ ചോദ്യം ഇതാണ്. ഒരു ധരാതരീയ ഭൂപടത്തിന്റെ നമ്പർ 45D/10 എന്നാണ്. ഇതിൽ 45 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രസ്തുത ധരാതരീയ ഭൂപടം ഉൾപ്പെടുന്ന മില്യൺ ഷീറ്റിനെ, ബി പ്രസ്തുത ധരാതരീയ ഭൂപടം ഉൾപ്പെടുന്ന ഡിഗ്രി ഷീറ്റിനെ, സി പ്രസ്തുത ധരാതരീയ ഭൂപടം ചിത്രീകരിച്ചിട്ടുള്ള രാജ്യത്തെ,
ഡി പ്രസ്തുത ധരാതരീയ ഭൂപടം ചിത്രീകരിച്ചിട്ടുള്ള സംസ്ഥാനത്തെ. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്തുത ധരാതരീയ ഭൂപടം ഉൾപ്പെടുന്ന മില്യൺ ഷീറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. 87ാമത്തെ ചോദ്യം ഇതാണ്. താഴെ തന്നിട്ടുള്ളവയിൽ മനുഷ്യ വിഭവത്തിന്റെ ഗുണപരമായ ഘടകം ഏത്? ഗുണപരമായ ഘടകമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സാക്ഷരതാ നിരക്ക്, ബി സ്ത്രീ പുരുഷ അനുപാതം, സി ജനന നിരക്ക്, ഡി ജനസാന്ദ്രത. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സാക്ഷരതാ നിരക്ക്. സാക്ഷരതാ നിരക്കാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 88ാമത്തെ ചോദ്യം. ഫ്രഞ്ച് അധിവാസ കേന്ദ്രത്തെ കണ്ടെത്തുക. ഫ്രഞ്ച് അധിവാസ കേന്ദ്രം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, മാഹിയാണ് ശരിയായ ഉത്തരം. 90ാമത്തെ ചോദ്യം ഇതാണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്ട്രാറ്റോസ്ഫിയർ, ബി ട്രോപ്പോസ്ഫിയർ, സി മെസോസ്ഫിയർ, ഡി ഹൈഡ്രോസ്ഫിയർ. ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ ഓപ്ഷൻ ബി ആണ്, ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 91ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്നാണ്? ഇന്ത്യൻ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യൻ സാമ്പത്തിക വർഷം. അടുത്ത ചോദ്യം 92ാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ജനാധിപത്യപരമായ മൂല്യം എന്നതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്? ഓക്കെ, ജനാധിപത്യപരമായ മൂല്യം. ഓപ്ഷൻസ് നോക്കാം. എ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക, ബി തന്റെ ഊഴത്തിനായി കാത്തു നിൽക്കുക, സി മുതിർന്നവരോട് ബഹുമാനപൂർവ്വം പെരുമാറുക, ഡി ദേശീയ കാഴ്ചപ്പാടുകളെ ഉയർത്തിപ്പിടിക്കുക. ഇവിടെ ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, തന്റെ ഊഴത്തിനായി കാത്തിരിക്കുക എന്നുള്ളതാണ്. 93ാമത്തെ ചോദ്യം ഇതാണ്. അക്കാദമിക് വർഷം പോലുള്ള ഒരു നിശ്ചിത കാലയളവിൽ സ്കൂളുകളുടെ പ്രകടനം അളക്കാനായി ഏതുതരം വിലയിരുത്തലാണ് കൂടുതൽ മെച്ചം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പഠനത്തിനായുള്ള വിലയിരുത്തൽ, ബി സംരചന വിലയിരുത്തൽ, സി പഠനത്തിന്റെ വിലയിരുത്തൽ, ഡി പഠനം തന്നെ വിലയിരുത്തൽ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പഠനത്തിന്റെ വിലയിരുത്തലാണ്. പഠനത്തിന്റെ വിലയിരുത്തൽ. 94ാമത്തെ ചോദ്യം ഇതാണ്. ഔട്ട്ലൈൻ മാപ്പിൽ ഒരു കുട്ടി സാമ്രാജ്യഭാഗം വ്യക്തമായി ഷെയ്ഡ് ചെയ്തു. ഏത് കഴിവാണ് ഈ കുട്ടിയിൽ പ്രധാനമായും കാണാൻ കഴിയുന്നത്? ഓപ്ഷൻസ് നോക്കാം. എ സ്ഥലപരമായ ബുദ്ധി, ബി കലാപരമായ ബുദ്ധി, സി ഭൂപടത്തിൽ സ്ഥാനം നിർണയിക്കാനുള്ള കഴിവ്, ഡി വരയ്ക്കാനുള്ള കഴിവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭൂപടത്തിൽ സ്ഥാന നിർണയത്തിനുള്ള കഴിവ്. അടുത്ത ചോദ്യം 95ാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ പ്രധാനമന്ത്രിയുടെ ചുമതലയിൽ പെടുന്നത് ഏതാണ്? ചുമതലയിൽ പെടുന്നത്. ഓപ്ഷൻ എ ക്യാബിനറ്റിന്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു, ബി പ്രതിരോധ സേനാ മേധാവിയെ നിയമിക്കുന്നു, സി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ നിയമിക്കുന്നു, ഡി സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്യാബിനറ്റിന്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു. 96ാമത്തെ ചോദ്യം ഇതാണ്. കുട്ടികൾക്ക് മനഃശാസ്ത്രപരമായി ഏറ്റവും അനുയോജ്യമായ രീതി ഇവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വിഭവ രീതി, ബി കഥാകഥന രീതി, സി സാമൂഹ്യ പഠന രീതി, ഡി മേൽനോട്ട രീതി. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കഥാകഥന രീതി. അടുത്ത ചോദ്യം 97ാമത്തെ ചോദ്യം. വാർഡ് തലത്തിൽ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദി ഏതാണ്? വാർഡ് തലത്തിൽ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദി എന്താണ്? ഓപ്ഷൻസ് ഗ്രാമപഞ്ചായത്ത്, ബി ഗ്രാമസഭ, സി ബ്ലോക്ക് പഞ്ചായത്ത്, ഡി മുനിസിപ്പാലിറ്റി. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗ്രാമസഭയാണ്. അടുത്ത ചോദ്യം 98ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ. 99ാമത്തെ ചോദ്യം ഇതാണ്. ഗവേഷണത്തിന്റെ അടിത്തറ എന്ന രീതിയിൽ പരിചയപ്പെടുത്താവുന്ന ഒരു പഠനതന്ത്രം ഏതാണ്? ഗവേഷണത്തിന്റെ അടിത്തറ ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രോജക്റ്റ് ആണ് ശരിയായ ഉത്തരം, പ്രോജക്റ്റ്. അടുത്ത ചോദ്യം 100ാമത്തെ ചോദ്യം ഇതാണ്. എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഉദാഹരണം ഏതാണ്? എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഉദാഹരണം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ US ഭരണഘടന, ബി ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന, സി ബ്രിട്ടീഷ് ഭരണഘടന, ഡി ഇന്ത്യൻ ഭരണഘടന. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ബ്രിട്ടീഷ് ഭരണഘടനയാണ് എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഉദാഹരണം. 101ാമത്തെ ചോദ്യം ഇതാണ്. ഓരോ സ്റ്റാൻഡേർഡിലെയും പാഠപുസ്തകത്തിൽ ചരിത്രം, ഭൂമിശാസ്ത്രം മുതലായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ സമീപനത്തിന്റെ പേര് എന്താണ്? എന്താണ് ഈ സമീപനത്തിന്റെ പേര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിഷയബന്ധിത സമീപനം. വിഷയബന്ധിത സമീപനമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 102ാമത്തെ ചോദ്യം. ടാലന്റ് ലാബ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടാലന്റ് ലാബ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സമൂഹത്തിലെ പ്രതിഭകൾ, ബി പ്രതിഭാശാലികളായ കുട്ടികൾ, സി സംഗീതോപകരണങ്ങൾ, ഡി ശാസ്ത്രജ്ഞന്മാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രതിഭാശാലികളായ കുട്ടികളാണ് ടാലന്റ് ലാബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്.
103-ാമത്തെ ചോദ്യം ഇതാണ്. ടീച്ചിങ് മാനുവൽ എഴുതുന്നതിന് മുമ്പ് തയ്യാറാക്കിയിരിക്കേണ്ട രേഖ ഏതാണ്? ടീച്ചിങ് മാനുവൽ എഴുതുന്നതിന് മുമ്പ് തയ്യാറാക്കിയിരിക്കേണ്ട രേഖ എന്താണ്? യൂണിറ്റ് പ്ലാൻ ആണ്. യൂണിറ്റ് പ്ലാൻ ആണ് ടീച്ചിങ് മാനുവൽ എഴുതുന്നതിന് മുമ്പ് തയ്യാറാക്കിയിരിക്കേണ്ട രേഖ. 104-ാമത്തെ ചോദ്യം ഇതാണ്. ക്ലാസ് കഴിഞ്ഞാലുടൻ ക്ലാസ് പഠനതന്ത്രങ്ങൾ, കുട്ടികളുടെ പ്രകടനം എന്നിവ സ്വയം വിലയിരുത്തി രേഖപ്പെടുത്തുന്നത് എന്തിലാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വിലയിരുത്തൽ പേജ്, ബി പ്രതിഫലന കുറിപ്പ്, സി ഫീഡ്ബാക്ക്, ഡി യൂണിറ്റ് സമഗ്രാസൂത്രണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രതിഫലന കുറിപ്പാണ്. പ്രതിഫലന കുറിപ്പ്. അടുത്ത ചോദ്യം നോക്കാം. 105-ാമത്തെ ചോദ്യം ഇതാണ്. സ്ഥലനാമവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ്? സ്ഥലനാമവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻസ് ചരിത്രം, ബി സാമ്പത്തിക ശാസ്ത്രം, സി രാഷ്ട്രതന്ത്ര ശാസ്ത്രം, ഡി നരവംശാസ്ത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ചരിത്രവുമായിട്ടാണ് കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം 106-ാമത്തെ ചോദ്യം. കാഴ്ചയ്ക്ക് പരിമിതിയുള്ള പഠിതാവിന് ഏതുതരം ഭൂപടമാണ് കൂടുതൽ ഉപയോഗപ്രദം? ഓപ്ഷൻ എ ധരാതരീയ ഭൂപടം, ബി അറ്റ്ലസ്, സി ഭൂപ്രകൃതി ഭൂപടം, ഡി രൂപരേഖ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭൂപ്രകൃതി ഭൂപടമാണ്. അടുത്ത ചോദ്യം 107-ാമത്തെ ചോദ്യം ഇതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരി രാഷ്ട്രത്തലവനായിട്ടുള്ള രാജ്യം അറിയപ്പെടുന്ന പേരെന്താണ്? തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരി രാഷ്ട്രത്തലവനായിട്ടുള്ള രാജ്യം അറിയപ്പെടുന്ന പേര് ഓപ്ഷൻ എ ആണ്, റിപ്പബ്ലിക് എന്നാണ്. റിപ്പബ്ലിക്. അടുത്ത ചോദ്യം 108-ാമത്തെ ചോദ്യം ഇതാണ്. ഭൂമിശാസ്ത്ര ബന്ധിത ക്ലാസ്സിൽ ഭൂമിയുടെ ആകൃതി പരിചയപ്പെടുത്താനായി കാണിക്കാവുന്ന ഏറ്റവും നല്ല പഠനോപകരണം ഏതാണ്? ഓപ്ഷൻസ് ഭൂപടം, ഗ്ലോബ്, ചിത്രം, പന്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗ്ലോബ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 109-ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ വോട്ടവകാശം നേടാനുള്ള പ്രായപരിധി എത്രയാണ്? ഇന്ത്യയിൽ വോട്ടവകാശം നേടാനുള്ള പ്രായപരിധി 18 വയസ്സാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം എന്ന ആശയം ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, വൈഗോട്സ്കിയുമായിട്ടാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം 111-ാമത്തെ ചോദ്യം. കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടി അധ്യാപക സഹായി തയ്യാറാക്കുന്ന ഏജൻസി ആരാണ്? അധ്യാപക സഹായി ആരാണ് തയ്യാറാക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, SCERT. SCERT. ഓക്കെ. അടുത്ത ചോദ്യം 112-ാമത്തെ ചോദ്യം ഇതാണ്. രൂപരേഖ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഏറ്റവും ആദ്യം കൊടുക്കുന്ന ആശയം ഏതാണ്? രൂപരേഖ വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഏറ്റവും ആദ്യം കൊടുക്കുന്നത്. ഓപ്ഷൻസ് എ അനുപാതം, സി അക്ഷാംശങ്ങളും രേഖാംശങ്ങളും, സി വടക്ക് എന്ന ആശയം, ഡി രൂപരേഖയുടെ സാങ്കേതിക വശങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വടക്ക് എന്ന ആശയം. വടക്ക് എന്ന ആശയം. അടുത്ത ചോദ്യം 113-ാമത്തെ ചോദ്യം ഇതാണ്. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി സ്കൂൾ പ്രയോജനപ്പെടുത്തുന്ന മൊത്തം അനുഭവങ്ങൾ ചേർന്ന രൂപം ഏതാണ്? ഓപ്ഷൻ എ അധ്യാപകരുടെ പഠന സഹായി, ബി കുട്ടികളുടെ പാഠപുസ്തകം, സി സിലബസ്, ഡി പാഠ്യപദ്ധതി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാഠ്യപദ്ധതിയാണ്. പാഠ്യപദ്ധതി. ഓക്കെ. അടുത്ത ചോദ്യം 114-ാമത്തെ ചോദ്യം ഇതാണ്. ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഇപ്പോൾ എഴുതാറുള്ളത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പാഠ്യപദ്ധതി പ്രസ്താവനകൾ, ബി പാഠ്യപദ്ധതി ഉദ്ദേശങ്ങൾ, സി പഠനോദ്ദേശങ്ങൾ, ഡി പഠന നേട്ടങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്, പഠന നേട്ടങ്ങളാണ്. അടുത്ത ചോദ്യം 115-ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രധാന സവിശേഷത കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കൊടുക്കാവുന്ന ആശയം ഏതാണ്? ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രധാന സവിശേഷത കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കൊടുക്കാവുന്ന ആശയം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നാനാത്വത്തിൽ ഏകത്വം, ബി സ്വയം പര്യാപ്തത, സി പ്രാദേശികവാദം, ഡി സാക്ഷരത. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, നാനാത്വത്തിൽ ഏകത്വം. നാനാത്വത്തിൽ ഏകത്വമാണ്. അടുത്ത ചോദ്യം 116-ാമത്തെ ചോദ്യം ഇതാണ്. ജനാധിപത്യത്തെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ഭരണമെന്ന് നിർവചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, എബ്രഹാം ലിങ്കൻ ആണ്. എബ്രഹാം ലിങ്കൻ. 117-ാമത്തെ ചോദ്യം ഇതാണ്. അതീത ചിന്തയുമായി ബന്ധപ്പെട്ട അറിവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള അറിവ്, ബി മറ്റൊരാളുടെ ചിന്തയെക്കുറിച്ചുള്ള അറിവ്, സി ജ്ഞാനാർജന പ്രക്രിയയുമായി ബന്ധപ്പെട്ട അറിവ്, ഡി സമൂഹത്തിന്റെ സഞ്ചിതമായ അറിവ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള അറിവ്. സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള അറിവാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 118-ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള അധികാരം താഴെ പറയുന്നവയിൽ ആർക്കാണ്? ഇന്ത്യയിൽ മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള അധികാരം ആർക്കാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നീതിന്യായ വിഭാഗത്തിനാണ്. നീതിന്യായ വിഭാഗത്തിനാണ്. ഓക്കെ. അടുത്ത ചോദ്യം 119-ാമത്തെ ചോദ്യം ഇതാണ്. രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെ എന്ന ആശയം ഏറ്റവും എളുപ്പത്തിൽ വിനിമയം ചെയ്യാവുന്ന രീതി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ
ആഖ്യാന രീതി, ബി പ്രദർശന രീതി, സി കഥാകഥന രീതി, ഡി വിവരവിനിമയ സാങ്കേതിക വിദ്യ. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വിവരവിനിമയ സാങ്കേതിക വിദ്യയാണ്. അടുത്ത ചോദ്യം 120ാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സോഷ്യലിസത്തിന്റെ സവിശേഷത ഏത്? സോഷ്യലിസത്തിന്റെ സവിശേഷത ഏതാണ്? ഓപ്ഷൻ എ ലാഭപ്രേരണ, ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, സി ഉപഭോക്താവിന്റെ പരമാധികാരം, ഡി സാമ്പത്തിക സമത്വം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാമ്പത്തിക സമത്വമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. 121ാമത്തെ ചോദ്യം. കേരള പ്രദേശ് കോൺഗ്രസിന്റെ പയ്യന്നൂർ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ആരാണ്? കേരള പ്രദേശ് കോൺഗ്രസിന്റെ പയ്യന്നൂർ സമ്മേളനം നടക്കുന്നത് 1928 ആ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷം വഹിച്ചത്. അടുത്ത ചോദ്യം 122ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 82.5 ഡിഗ്രി കിഴക്ക്. 82.5 ഡിഗ്രി കിഴക്ക്. അടുത്ത ചോദ്യം 123ാമത്തെ ചോദ്യം. താഴെ നൽകിയിട്ടുള്ള ഏത് ഊർജ ഉറവിടത്തിനാണ് ഹിമാചൽ പ്രദേശിലെ മണികരൺ പ്രശസ്തമായിട്ടുള്ളത്? ഏത് ഊർജ മണികരൺ പ്രസക്തമായിട്ടുള്ളത് ഏത് ഊർജ ഉറവിടത്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭൗമതാപോർജം. ഭൗമതാപോർജം. അടുത്ത ചോദ്യം 124ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ നികുതി വരുമാനവുമായി ബന്ധപ്പെട്ട നയം ഏതാണ്? നികുതി വരുമാനവുമായി ബന്ധപ്പെട്ട നയം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. എ ധനനയം, ബി കേന്ദ്ര ബാങ്ക് നയം, സി പലിശ നിരക്ക് നയം, ഡി വാണിജ്യ ബാങ്ക് നയം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ധനനയമാണ്. ധനനയം. അടുത്ത ചോദ്യം. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഇവയിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഗുജറാത്ത്, ബീഹാർ, രാജസ്ഥാൻ, ജാർഖണ്ഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബീഹാർ ആണ് ശരിയായ ഉത്തരം. ബീഹാർ. ഓക്കെ, ബീഹാർ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പുറംകാമ്പ്, സീമ, ബാരിസ്ഫിയർ, അസ്തനോസ്ഫിയർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അസ്തനോസ്ഫിയർ ആണ്. അസ്തനോസ്ഫിയർ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. 127ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനാ പ്രകാരം ക്രമപ്പെടുത്തുക. ചുവടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? 1 ഗാന്ധി ഇർവിൻ കരാർ, 2 നെഹ്റു റിപ്പോർട്ട്, 3 കമ്മ്യൂണൽ അവാർഡ്, 4 ദണ്ഡിയാത്ര. ഓക്കെ, നമുക്ക് ഓരോന്നായി നോക്കാം. ഗാന്ധി ഇർവിൻ കരാർ ഏത് വർഷമാണ്? ഗാന്ധി ഇർവിൻ പാക്ട് 1931 ഗാന്ധി ഇർവിൻ പാക്ട്. അടുത്ത 2 നെഹ്റു റിപ്പോർട്ട് നടന്ന വർഷം 1928 നെഹ്റു റിപ്പോർട്ട് 1928. അടുത്ത കമ്മ്യൂണൽ അവാർഡ് 1932 കമ്മ്യൂണൽ അവാർഡ്. അടുത്തതായി ദണ്ഡി മാർച്ച് നടക്കുന്നത് 1930 ദണ്ഡിയാത്ര നടക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇതെങ്ങനെ അറേഞ്ച് ചെയ്യാം? ആദ്യം വരുന്നത് നെഹ്റു റിപ്പോർട്ടാണ്, 2 നെഹ്റു റിപ്പോർട്ട് 2. അതിനുശേഷം നെഹ്റു റിപ്പോർട്ടിന് ശേഷം 4 ദണ്ഡിയാത്ര 1930. അടുത്തതായി വരുന്നത് ഗാന്ധി ഇർവിൻ കരാറാണ്, 1. അവസാനം 3 കമ്മ്യൂണൽ അവാർഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ കാലഗണന പ്രകാരമുള്ള ക്രമപ്പെടുത്തൽ വരുന്നത്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 2, 4, 1, 3. 2, 4, 1, 3. ഈ വർഷങ്ങൾ കൂടെ ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം 128ാമത്തെ ചോദ്യം ഇതാണ്. കൃഷി ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗത്തിലാണ് കൃഷി ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം 129ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടന്ന വർഷം 1881 1881 ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടക്കുന്നത്. 130ാമത്തെ ചോദ്യം ഇതാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ ആണ് 2011 സെൻസസ് പ്രകാരം. അടുത്ത ചോദ്യം 131ാമത്തെ ചോദ്യം ഇതാണ്. അനിമോമീറ്റർ രേഖപ്പെടുത്തുന്നത് എന്താണ്? അനിമോമീറ്റർ രേഖപ്പെടുത്തുന്നത് ഓപ്ഷൻ എ ആണ്, കാറ്റിന്റെ വേഗതയാണ് അനിമോമീറ്റർ രേഖപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം 132ാമത്തെ ചോദ്യം ഇതാണ്. WTO ലക്ഷ്യം വെക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ് നോക്കാം. എ ആഭ്യന്തര വ്യാപാര നിയമങ്ങൾ സ്ഥാപിക്കൽ, ബി ആഭ്യന്തര വ്യാപാര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കൽ, സി അന്തർദേശീയ വ്യാപാര നിയമങ്ങൾ സ്ഥാപിക്കൽ, ഡി ഇവ ഒന്നുമല്ല. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അന്തർദേശീയ വ്യാപാര നിയമങ്ങൾ സ്ഥാപിക്കൽ എന്നുള്ളതാണ്.
അടുത്ത ചോദ്യം 133 ചോദ്യം ഇതാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം 134 ചോദ്യം ഇതാണ്. വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വില്ലുവണ്ടി സമരം നടത്തുന്നു ഓപ്ഷൻ ബി അയ്യൻകാളി. അയ്യൻകാളിയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 135 ചോദ്യം ഇതാണ്. കോറിയോലിസ് ബലത്തിന് കാരണമാകുന്നത് എന്താണ്? കോറിയോലിസ് ബലത്തിന് കാരണമാകുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഭൂമിയുടെ ഭ്രമണമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ഭൂമിയുടെ ഭ്രമണമാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സുസ്ഥിര വികാസം ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനാണ്? സുസ്ഥിര വികാസം ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നികുതി, ബി വർത്തമാന ഭാവി തലമുറകൾ, സി വ്യവസായവും കൃഷിയും, ഡി വിദേശ വ്യാപാരം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, വർത്തമാന ഭാവി തലമുറകൾക്കാണ് സുസ്ഥിര വികാസം ശ്രദ്ധ കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആണ്, നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അടുത്ത ചോദ്യം, കറുപ്പ് നിറത്തിലല്ലാതെ ധരാതരീയ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? കറുപ്പ് നിറത്തിലല്ലാതെ ധരാതരീയ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. റെയിൽപാത, അതിർത്തികൾ, ടെലഗ്രാഫ് ലൈൻ, കോണ്ടൂർ രേഖ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കോണ്ടൂർ രേഖയാണ്, കോണ്ടൂർ ലൈൻസ് ആണ്. അടുത്ത ചോദ്യം, ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഓപ്ഷൻ എ ആണ്, ഹൊയാങ്ഹോ. ഹൊയാങ്ഹോ നദിയാണ് ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം 140 ചോദ്യം ഇതാണ്. ഇന്റർട്രോപ്പിക്കൽ കൺവർജൻഷൻ മേഖലയിൽ സംഗമിക്കുന്ന കാറ്റുകൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്, വാണിജ്യവാദങ്ങളാണ്, വാണിജ്യവാദങ്ങൾ. അടുത്ത ചോദ്യം 141 ചോദ്യം ഇതാണ്. നീൽ ദർപ്പൺ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? നീൽ ദർപ്പൺ ബന്ധപ്പെട്ടിരിക്കുന്നത് നീല സമരം എന്നറിയപ്പെടുന്ന ഇൻഡിഗോ സമരവുമായി ബന്ധപ്പെട്ടാണ് നീൽ ദർപ്പൺ ഇരിക്കുന്നത്. അടുത്ത ചോദ്യം 142 ചോദ്യം ഇതാണ്. ലിംഗാനുപാതം കൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? ലിംഗാനുപാതം കൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓരോ 1000 ശിശു മരണത്തിനും ആനുപാതികമായ ജനനത്തിന്റെ എണ്ണം, ബി ഓരോ 1000 പുരുഷന്മാർക്കുമുള്ള സ്ത്രീകളുടെ എണ്ണം, സി ഓരോ 1000 സ്ത്രീകൾക്കുമുള്ള പുരുഷന്മാരുടെ എണ്ണം, ഡി ഓരോ 1000 പുരുഷ ജനനത്തിനുമുള്ള സ്ത്രീ ജനനത്തിന്റെ എണ്ണം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓരോ 1000 പുരുഷന്മാർക്കുമുള്ള സ്ത്രീ ജനങ്ങളുടെ എണ്ണം, സ്ത്രീകളുടെ എണ്ണമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 143 ചോദ്യം ഇതാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് ഏത് സന്ധി പ്രകാരമാണ്? ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് ഏത് സന്ധി പ്രകാരമാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, ഐല-ഷപ്പേല ഉടമ്പടി. ഐല-ഷപ്പേല ഉടമ്പടി പ്രകാരമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത്. അടുത്ത ചോദ്യം 145 ചോദ്യം ഇതാണ്. ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ശുക്രനും ഭൂമിക്കും ഇടയിൽ, ബി ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ, സി ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിൽ, ഡി വ്യാഴത്തിനും യുറാനസിനും ഇടയിൽ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം 146 ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്, PC മഹലനോബിസ്. മഹലനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. 147 ചോദ്യം ഇതാണ്. കബനി ഏതു നദിയുടെ പോഷക നദിയാണ്? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാവേരിയുടെ പോഷക നദിയാണ് കബനി. അടുത്ത ചോദ്യം 148 ചോദ്യം ഇതാണ്. ഡൽഹിയിൽ 1857 കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? 1857 കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഡൽഹിയിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 149 ചോദ്യം ഇതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധമില്ലാത്തത് ഏത്? മെസപ്പൊട്ടോമിയൻ സംസ്കാരമായി ബന്ധം ഇല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹിറ്റൈറ്റുകൾ, ബി ബാബിലോണിയക്കാർ, സി സുമേരിയന്മാർ, ഡി ഖാൽഡിയന്മാർ. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹിറ്റൈറ്റുകളാണ്, ഹിറ്റൈറ്റുകൾ. ഓക്കെ. അടുത്ത ചോദ്യം 150 ചോദ്യം. വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് ആരാണ്? വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റിച്ചാർഡ് ആർക്രൈറ്റ് ആണ്. റിച്ചാർഡ് ആർക്രൈറ്റ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം 151 ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ നഗര പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഇന്ത്യയിൽ നഗര പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 74 ഭേദഗതിയാണ്. 74 ഭേദഗതിയാണ്.
അടുത്ത ചോദ്യം 52ാമത്തെ ചോദ്യം ഇതാണ്. പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ നിലവിലിരിക്കുന്ന രാജ്യം ഏതാണ്? പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ നിലവിലിരിക്കുന്ന രാജ്യം ഏതാണ്? ഇവയിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം 153ാമത്തെ ചോദ്യം ഇതാണ്. എഡ്ഗാർ ഗെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വാചിക പ്രതീകങ്ങൾ, ബി ദൃശ്യ പ്രതീകങ്ങൾ, സി പഠനയാത്രകൾ, ഡി പഠന സോഫ്റ്റ്വെയറുകൾ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പഠന സോഫ്റ്റ്വെയറുകളാണ്. അടുത്ത ചോദ്യം 154ാമത്തെ ചോദ്യം. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പഠന ബോധന മാതൃക അല്ലാത്തത് ഏത്? സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പഠന ബോധന മാതൃക അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആശയ സമ്പാദന മാതൃക, ബി സംഘാന്വേഷണ മാതൃക, സി പുസ്തക കേന്ദ്രീകൃത മാതൃക, ഡി നിർദ്ദേശരഹിത ബോധന മാതൃക. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, പാഠപുസ്തക കേന്ദ്രീകൃത മാതൃക. അടുത്ത ചോദ്യം 155ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യയിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗവർണർക്കാണ് ആ അധികാരമുള്ളത്. അടുത്ത ചോദ്യം 156ാമത്തെ ചോദ്യം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടത് ആരാണ്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടത് ഹോവാർഡ് ഗാർണർ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, ഹോവാർഡ് ഗാർണർ. അടുത്ത ചോദ്യം 157ാമത്തെ ചോദ്യം. ടൈം ലൈൻ എന്ന പഠന സങ്കേതം അനുയോജ്യമായിട്ടുള്ളത് എന്തിനാണ്? ഓപ്ഷൻസ് ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, സമൂഹശാസ്ത്രം, ചരിത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചരിത്രത്തിനാണ് ടൈം ലൈൻ എന്ന പഠന സങ്കേതം അനുയോജ്യമായിട്ടുള്ളത്. അടുത്ത ചോദ്യം 158ാമത്തെ ചോദ്യം ഇതാണ്. നിർവചിക്കുക എന്ന സ്പഷ്ടീകരണം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഓപ്ഷൻസ് അറിവ്, ഗ്രഹണം, വിശകലനം, വിലയിരുത്തൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, അറിവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം 159ാമത്തെ ചോദ്യം ഇതാണ്. മനുഷ്യ സമൂഹത്തിന്റെ വികാസം, ഘടന, പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്ന വിഷയമേഖല ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സമൂഹശാസ്ത്രമാണ്. മനുഷ്യ സമൂഹത്തിന്റെ വികാസം, ഘടന, പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്ന വിഷയമേഖല. അടുത്ത ചോദ്യം 160ാമത്തെ ചോദ്യം. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട ചിന്തകൻ ആരാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, വൈഗോട്സ്കി ആണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ കക്ഷി ഏതാണ്? ഇന്ത്യയിൽ ദേശീയ രാഷ്ട്രീയ കക്ഷി ഇവയിൽ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ കക്ഷി ഇവയിൽ ഏതാണ്? BSP ആണ്, ദേശീയ പാർട്ടിയാണ് BSP ആണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 162ാമത്തെ ചോദ്യം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മിശ്ര സമ്പദ് വ്യവസ്ഥ, ബി കേന്ദ്രീകൃത ആസൂത്രിത സമ്പദ് വ്യവസ്ഥ, സി കമ്പോള സമ്പദ് വ്യവസ്ഥ, ഡി ഇവ ഒന്നുമല്ല. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അടുത്ത ചോദ്യം 163ാമത്തെ ചോദ്യം. ഭാരമില്ലാത്ത പഠനം എന്ന ആശയവുമായി ബന്ധപ്പെട്ടത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രൊഫസർ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെയാണ് ഭാരമില്ലാത്ത പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം 164ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം എന്നത് എന്താണ്? ഇന്ത്യയിൽ സാമ്പത്തിക വർഷം എന്നത് എന്താണ്? നേരത്തെ പഠിച്ചു നമ്മൾ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അടുത്ത ചോദ്യം ഇതാണ്. ഹെലൻ പാർക്ക് ഹേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി കേന്ദ്രിതാധ്യാപന രീതി ഏതാണ്? ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ ഓപ്ഷൻ എ ആണ്, ഡാൾട്ടൺ പദ്ധതിയാണ്. ഓക്കെ, ഹെലൻ പാർക്ക് ഹേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി കേന്ദ്രിതാധ്യാപന രീതി ഡാൾട്ടൺ പദ്ധതിയാണ്. അടുത്ത ചോദ്യം 166ാമത്തെ ചോദ്യം ഇതാണ്. കോടതി നടപടിക്രമങ്ങൾ പ്രവർത്തനാധിഷ്ഠിതമായി പഠിക്കാവുന്നത് ഏതിലാണ്? കോടതി നടപടിക്രമങ്ങൾ പ്രവർത്തനാധിഷ്ഠിതമായി പഠിക്കാവുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മ്യൂട്ട് കോർട്ട് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 167ാമത്തെ ചോദ്യം ഇതാണ്. ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ഇതിലേതാണ്? ഓപ്ഷൻ എ മാർബിൾ, ബി സ്റ്റെല്ലേറിയം, സി സൺക്ലോക്ക്, ഡി XR മാപ്പ്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റെല്ലേറിയം ആണ് ഇവയിൽ ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ. എന്താണ്? സ്റ്റെല്ലേറിയം ആണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 168ാമത്തെ ചോദ്യം ഇതാണ്. സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൽ പ്രത്യക്ഷാനുഭവം നൽകുന്ന പഠന രീതി ഏതാണ്? സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൽ പ്രത്യക്ഷാനുഭവം നൽകുന്നത് ഓപ്ഷൻ എ സെമിനാർ, ബി സംവാദം, സി പാനൽ ചർച്ച, ഡി പഠനയാത്ര. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പഠനയാത്രയാണ്. അടുത്ത ചോദ്യം 169ാമത്തെ ചോദ്യം ഇതാണ്. ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, വനങ്ങൾ എന്നിവ ചിത്രീകരിക്കുന്ന ഭൂപടം ഏതാണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ,
നദികൾ, വനങ്ങൾ എന്നിവ ചിത്രീകരിക്കുന്ന ഭൂപടം ഓപ്ഷൻ സി ആണ് ഭൗതിക ഭൂപടം. ഭൗതിക ഭൂപടം. അടുത്ത ചോദ്യം, ഫിലാറ്റലി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഫിലാറ്റലി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് സ്റ്റാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് ഫിലാറ്റലി. ഫിലാറ്റലി സ്റ്റാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് ഫിലാറ്റലി. അടുത്ത ചോദ്യം 171 ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതല? രാഷ്ട്രത്തിന്റെ നിർബന്ധിത ചുമതല. ഓപ്ഷൻസ് നോക്കാം. എ സ്കൂളുകൾ സ്ഥാപിക്കുക, ബി അതിർത്തി സംരക്ഷിക്കുക, സി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, ഡി ആരോഗ്യ സംരക്ഷണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് അതിർത്തി സംരക്ഷിക്കുകയാണ്. അതിർത്തി സംരക്ഷിക്കുക. അടുത്ത ചോദ്യം 172 ചോദ്യം ഇതാണ്. ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, മാർക്കറ്റ് എന്നിവ ഏതിൽ പെടുന്നു? ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, മാർക്കറ്റ് എന്നിവ ഏതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. സാമ്പത്തിക വിഭവം, ബി സാമൂഹിക വിഭവം, സി ഭരണപരമായ വിഭവം, ഡി സാംസ്കാരിക വിഭവം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് സാമ്പത്തിക വിഭവമാണ്. ഓക്കെ, സാമ്പത്തിക വിഭവം. അടുത്ത ചോദ്യം 173 ചോദ്യം ഇതാണ്. സാമൂഹ്യ ശാസ്ത്രത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്? സാമൂഹ്യ ശാസ്ത്രത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഇവയിലേതാണ്? ഓപ്ഷൻ എ ഭൗമശാസ്ത്രം, ബി സമൂഹശാസ്ത്രം, സി രാഷ്ട്രതന്ത്രശാസ്ത്രം, ഡി ഭാഷാശാസ്ത്രം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഭാഷാശാസ്ത്രമാണ്. അടുത്ത ചോദ്യം 174 ചോദ്യം ഇതാണ്. ജോൺ ഡ്യൂയിയുമായി ബന്ധപ്പെട്ട പഠന രീതി ഏതാണ്? ജോൺ ഡ്യൂയിയുമായിട്ട് ബന്ധപ്പെട്ട പഠന രീതി ഇവയിലേതാണ്? ഓപ്ഷൻസ് ചർച്ചാ രീതി, പ്രൊജക്ട് രീതി, പ്രസംഗ രീതി, സംവാദ രീതി. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രൊജക്ട് രീതിയാണ്. പ്രൊജക്ട് രീതി. അടുത്ത ചോദ്യം 175 ചോദ്യം ഇതാണ്. കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായത് കണ്ടെത്തുക. കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായത് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ നാമനിർദ്ദേശ പത്രിക സമർപ്പണം, ബി വോട്ടെണ്ണൽ, സി പ്രധാനമന്ത്രിയുടെ നിയമനം, ഡി നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് പ്രധാനമന്ത്രിയുടെ നിയമനം. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം 176 ചോദ്യം ഇതാണ്. താഴെ തന്നിട്ടുള്ളവയിൽ പാർലമെന്ററി ജനാധിപത്യത്തിന് ഉദാഹരണം ഏതാണ്? പാർലമെന്ററി ജനാധിപത്യത്തിന് ഇവയിൽ ഏതാണ് ഉദാഹരണം എന്ന് നോക്കാം. ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം, ബി ശ്രീലങ്ക, സി USA, ഡി മാലിദ്വീപ്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് യുണൈറ്റഡ് കിങ്ഡം ആണ് പാർലമെന്ററി ജനാധിപത്യത്തിന് ഉദാഹരണമായിട്ടുള്ളത്. അടുത്ത ചോദ്യം 177 ചോദ്യം ഇതാണ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വിനിമയ സമീപനമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. അധ്യാപക കേന്ദ്രീകൃതം, ബി പഠിതാവ് കേന്ദ്രീകൃതം, സി പ്രക്രിയാബന്ധിതം, ഡി പ്രവർത്തനാധിഷ്ഠിതം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് അധ്യാപക കേന്ദ്രീകൃതം. അടുത്ത ചോദ്യം ഇതാണ്. 178 ചോദ്യം. വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ചുമതല നിർവഹിക്കുന്നത് ആരാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ചുമതല നിർവഹിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സംസ്ഥാന ഗവൺമെന്റ്, ബി കേന്ദ്ര ഗവൺമെന്റ്, സി ജില്ലാ ഭരണകൂടം, ഡി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്. 179 ചോദ്യം ഇതാണ്. സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന്റെ നൈപുണ്യ അടിസ്ഥാനമാക്കിയ ഉദ്ദേശം എന്താണ്? നൈപുണ്യ അടിസ്ഥാനമാക്കിയ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വൻകരകളെ കുറിച്ചുള്ള അറിവ് നേടുന്നു, ബി ഗവൺമെന്റ് ഘടനയെ കുറിച്ച് മനസ്സിലാക്കുന്നു, സി ഭൂപടം നിർമ്മിക്കാനുള്ള ശേഷി വികസിപ്പിക്കുന്നു, ഡി ജനാധിപത്യത്തിലുള്ള വിശ്വാസം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഭൂപടം നിർമ്മിക്കാനുള്ള ശേഷി വികസിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. 180 ചോദ്യം ഇതാണ്. പഠന നേട്ടങ്ങൾ, മെന്ററിംഗ്, സഞ്ചിത രേഖ എന്നീ ആശയങ്ങൾ ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. പഠന നേട്ടങ്ങൾ, മെന്ററിംഗ്, സഞ്ചിത രേഖ എന്നിവ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഓപ്ഷൻ സി വിദ്യാഭ്യാസാവകാശ നിയമത്തിലാണ്. വിദ്യാഭ്യാസാവകാശ നിയമമാണ് ഇവിടെ ശരിയായ ഉത്തരം. 181 ചോദ്യം ഇതാണ്. വലിയ കുളം അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് മോഹൻജദാരോയിലാണ് മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ വലിയ കുളമുള്ളത്. അടുത്ത ചോദ്യം 182 ചോദ്യം ഇതാണ്. പണപ്പെരുപ്പം എന്നാൽ എന്താണ്? പണപ്പെരുപ്പം എന്നാൽ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം വിലനില ഉയരുന്നു എന്നുള്ളതാണ് പണപ്പെരുപ്പത്തിന്റെ അർത്ഥം. അടുത്ത ചോദ്യം 183 ചോദ്യം ഇതാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം എന്താണ്? ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം ഓപ്ഷൻ ബി ആണ് വെള്ള നിറമാണ്. വെള്ള നിറമാണ് ശരിയായ ഉത്തരം.
അടുത്ത ചോദ്യം നോക്കാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കുറവ് ജനസംഖ്യ എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സിക്കിമിലാണ് ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ളത്. അടുത്ത ചോദ്യം നോക്കാം. 185 ചോദ്യം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. വാണിജ്യവാദങ്ങൾ വീശുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. വാണിജ്യവാദങ്ങൾ വീശുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം. ഉപോഷ്ണ ഉച്ചമർദ്ദത്തിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദത്തിലേക്കാണ് വാണിജ്യവാദങ്ങൾ വീശുന്നത്. എങ്ങനെയാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദത്തിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദത്തിലേക്കാണ് വാണിജ്യവാദങ്ങൾ വീശുന്നത്. അടുത്ത ചോദ്യം 187 ചോദ്യം ഇതാണ്. ജി ഡി പിയിൽ ഏറ്റവും വലിയ അനുപാതം വരുന്നത്, അംശവത്രമല്ല അനുപാതമാണ്, ജി ഡി പിയിൽ ഏറ്റവും വലിയ അനുപാതം വരുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ബി ദ്വിതീയ മേഖല, സി തൃതീയ മേഖല, ഡി ഇവ ഒന്നുമല്ല. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, തൃതീയ മേഖലയാണ്. അടുത്ത ചോദ്യം നോക്കാം. 188 ചോദ്യം. ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം ഏതാണ്? ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം ഓപ്ഷൻ എ ആണ്, ജനുവരി 3 ആണ് ശരിയായ ഉത്തരം. ജനുവരി 3 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ചെലവ് വരവിനേക്കാൾ കൂടുതലാകുമ്പോൾ ബജറ്റ് അർത്ഥമാക്കുന്നത് എന്താണ്? ചെലവ് വരവിനേക്കാൾ കൂടുതലാകുമ്പോൾ ബജറ്റ് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, കമ്മി ബജറ്റ്. കമ്മി ബജറ്റ്. അടുത്ത ചോദ്യം 190 ചോദ്യം ഇതാണ്. കിറ്റൂർ ചെന്നമ്മ ഉൾപ്പെട്ടിരുന്ന സംസ്ഥാനം ഏതാണ്? കിറ്റൂർ ചെന്നമ്മ ഉൾപ്പെട്ടിരുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കർണാടകയാണ് ശരിയായ ഉത്തരം. കർണാടകയാണ് ശരിയായ ഉത്തരം. കിറ്റൂർ ചെന്നമ്മ ഉൾപ്പെട്ടിരുന്ന സംസ്ഥാനം കർണാടകയാണ്. അടുത്ത ചോദ്യം 191 ചോദ്യം ഇതാണ്. കേരളത്തിൽ നടന്ന ഗോത്ര കലാപത്തെ കണ്ടെത്തുക. കേരളത്തിൽ നടന്ന ഗോത്ര കലാപത്തെ ഇവയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കുറിച്യർ കലാപം. കുറിച്യർ കലാപമാണ് കേരളത്തിൽ നടന്ന ഗോത്ര കലാപം. അടുത്ത ചോദ്യം 192 ചോദ്യം. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന സംസ്കാരം ഏതാണ്? നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന സംസ്കാരം ഏതാണ്? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഈജിപ്ഷ്യൻ സംസ്കാരമാണ് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം 193 ചോദ്യം ഇതാണ്. പ്രധാന റാബി വിള ഇതിലേതാണ്? പ്രധാന റാബി വിള. ഓപ്ഷൻസ് നെല്ല്, ഗോതമ്പ്, പരുത്തി, ചണം. ഇവിടെ പ്രധാന റാബി വിള ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഗോതമ്പാണ് ഇവിടെ പ്രധാന റാബി വിളയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹങ്ങൾ ഇതിലേതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹങ്ങൾ. ഓപ്ഷൻസ് എ ബുധനും ശനിയും, ബി ശുക്രനും വ്യാഴവും, സി ചൊവ്വയും ശുക്രനും, ഡി വ്യാഴവും യുറാനസും. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ചൊവ്വയും ശുക്രനുമാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹങ്ങൾ. അടുത്ത ചോദ്യം 195 ചോദ്യം ഇതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, 1885. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം 196 ചോദ്യം. വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെ നിന്നാണ്? വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഓപ്ഷൻ സി ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം 197 ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സാമ്പത്തികേതര ഘടകം? സാമ്പത്തികേതര ഘടകം ഏതാണ്? സാമ്പത്തികേതര ഘടകം ഇതിൽ ഓപ്ഷൻസ് നോക്കാം. പ്രകൃതി വിഭവങ്ങൾ, മൂലധന ശേഖരണം, സി ജനസംഖ്യ വളർച്ച, ഡി നിയമ നിർമ്മാണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിയമ നിർമ്മാണം. അടുത്ത ചോദ്യം 198 ചോദ്യം ഇതാണ്. കുണ്ടറ വിളംബരം ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണ്? കുണ്ടറ വിളംബരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വേലുത്തമ്പി ദളവയാണ് ശരിയായ ഉത്തരം. വേലുത്തമ്പിയുമായിട്ടാണ് കുണ്ടറ വിളംബരം ബന്ധപ്പെട്ടിരിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പോണ്ടിച്ചേരിയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം വരുന്നത്. അടുത്ത ചോദ്യം 200 ചോദ്യം ഇതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പരോക്ഷ നികുതി? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പരോക്ഷ നികുതി? നോക്കാം. ഓപ്ഷൻസ് ആദായ നികുതി, ബി ചരക്ക് സേവന നികുതി, സി കോർപ്പറേറ്റ് നികുതി, ഡി വെൽത്ത് നികുതി. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചരക്ക് സേവന നികുതിയാണ് പരോക്ഷ നികുതി. അടുത്ത ചോദ്യം 201 ചോദ്യം ഇതാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരത്തിനനുസരിച്ച് താപനില ക്രമമായി കുറയുന്ന തോത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1 ഡിഗ്രി സെൽഷ്യസ് പെർ 165 മീറ്റർ. 1 ഡിഗ്രി സെൽഷ്യസ് പെർ 165 മീറ്റർ.
അടുത്ത ചോദ്യം 202ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സമരം ഏതാണ്? ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സമരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്ത്യയിൽ ഗാന്ധി നടത്തിയ ആദ്യത്തെ സമരം. അടുത്ത ചോദ്യം 203ാമത്തെ ചോദ്യം ഇതാണ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ആണ്, ലക്നൗ ആണ് ശരിയായ ഉത്തരം. ലക്നൗ ആണ്. അടുത്ത ചോദ്യം 204ാമത്തെ ചോദ്യം ഇതാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് വികസിത സമ്പദ് വ്യവസ്ഥ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: എ സ്വിറ്റ്സർലാൻഡ്, ബി ഇന്ത്യ, സി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഡി ജപ്പാൻ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയാണ് വികസിത സമ്പദ് വ്യവസ്ഥ ഇല്ലാത്തത് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 205ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആദ്യം ആരംഭിച്ചത് എവിടെയാണ്? ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിഗ്ബോയിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം 206ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സമുദ്ര ഭൂവൽക്കം പ്രധാനമായും ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കാം. നിക്കലും ഇരുമ്പും, ബി സിലിക്കണും അലുമിനിയവും, സി സിലിക്കണും മഗ്നീഷ്യവും, ഡി സിലിക്കണും നിക്കലും. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സിലിക്കണും മഗ്നീഷ്യവുമാണ് സമുദ്ര ഭൂവൽക്കം പ്രധാനമായും ഉൾക്കൊള്ളുന്നത്. അടുത്ത ചോദ്യം 208ാമത്തെ ചോദ്യം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമുള്ളത് ഏതിനാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, നർമ്മദയ്ക്കാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമുള്ളത്. അടുത്ത ചോദ്യം 209ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. അടുത്ത ചോദ്യം 210ാമത്തെ ചോദ്യം ഇതാണ്. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 211ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധമില്ലാത്തത് ഏതിനാണ്? പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധമില്ലാത്തത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി, ബി സർക്കാരിയ കമ്മീഷൻ, സി PK തുങ്കൻ കമ്മിറ്റി, ഡി അശോക് മെഹ്ത കമ്മിറ്റി. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സർക്കാരിയ കമ്മീഷൻ. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും പിന്തുടരുന്ന തെരഞ്ഞെടുപ്പ് രീതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, FPTP സമ്പ്രദായം, FPTP സിസ്റ്റം. അടുത്ത ചോദ്യം ഇതാണ്. 213ാമത്തെ ചോദ്യം. അധ്യാപികയ്ക്ക് കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ കൃത്യതയോടെ മനസ്സിലാക്കുന്നതിന് എറിക്സന്റെ 8 ഘട്ടങ്ങൾ സഹായകമാണ്. 5 മുതൽ 8 വയസ്സ് വരെ വരുന്ന കുട്ടി ഏത് ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, മുൻകൈയെടുക്കൽ കുറ്റബോധം. 5 മുതൽ 8 വയസ്സ് വരെ വരുന്ന ഘട്ടമാണ് മുൻകൈയെടുക്കൽ കുറ്റബോധം. അടുത്ത ചോദ്യം ഇതാണ്. 214ാമത്തെ ചോദ്യം. പ്രക്രിയാശേഷികളിൽ ആദ്യത്തേതായി പരിഗണിക്കാവുന്നത് ഏതാണ്? നിരീക്ഷണം, ദത്തശേഖരണം, വർഗീകരണം, താരതമ്യം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, നിരീക്ഷണമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 215ാമത്തെ ചോദ്യം ഇതാണ്. കേരളത്തിലെ പ്രളയം എന്ന ആശയം എല്ലാ കുട്ടികളിലും എത്തിക്കുന്നതിനായി താഴെ പറയുന്ന ഏത് പ്രവർത്തനമാണ് ഏറ്റവും അനുയോജ്യമായത്? ഓപ്ഷൻ എ പദ്യപാരായണം, ബി പ്രസംഗ രീതി, സി വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രദർശനം, ഡി ഉപന്യാസ രചന. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി തന്നെയാണ്, വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രദർശനം. അടുത്ത ചോദ്യം 216ാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജനാധിപത്യ ഭരണ വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഭരണഘടന, ബി അവകാശങ്ങൾ, സി ഏകമണ്ഡല നിയമനിർമ്മാണ സഭ, ഡി സ്വതന്ത്രമായ നീതിന്യായ വിഭാഗം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഏകമണ്ഡല നിയമനിർമ്മാണ സഭ.
അടുത്ത ചോദ്യം 217 ചോദ്യം ഇതാണ്. സമയമേഖല എന്ന ആശയം വിനിമയം ചെയ്യുമ്പോൾ ഏത് സാങ്കല്പിക രേഖയ്ക്കാണ് നിങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്നത്? ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, രേഖാംശമാണ്, രേഖാംശം. 218 ചോദ്യം ഇതാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഒഡീഷ, തെലങ്കാന. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി തന്നെയാണ്, തെലങ്കാനയാണ് ശരിയായ ഉത്തരം. തെലങ്കാനയിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്ന്. അടുത്ത ചോദ്യം 219 ചോദ്യം ഇതാണ്. വൻകരകളെ കുറിച്ച് പഠിപ്പിക്കാൻ അധ്യാപിക ഒരു തെർമോകോൾ മുറിച്ച് മാതൃക നിർമ്മിക്കുന്നു. ഏതുതരം കുട്ടിക്കാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുക? ഓപ്ഷൻസ് നോക്കാം. എ വികലാംഗരായവർക്ക്, ബി അതിബുദ്ധിശാലികൾക്ക്, സി കാഴ്ച കുറവുള്ളവർക്ക്, ഡി കേൾവി കുറവുള്ളവർക്ക്. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, കാഴ്ച കുറവുള്ളവർക്കാണ്. അടുത്ത ചോദ്യം 220 ചോദ്യം ഇതാണ്. സ്കെച്ചും പ്ലാനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്കെച്ചും പ്ലാനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഓപ്ഷൻസ് നോക്കാം. ആകൃതിയുമായി ബന്ധപ്പെട്ട്, ബി ദിക്കുമായി ബന്ധപ്പെട്ട്, സി സൂചകങ്ങളുമായി ബന്ധപ്പെട്ട്, ഡി ആനുപാതിക വലിപ്പവുമായി ബന്ധപ്പെട്ട്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആനുപാതിക വലിപ്പവുമായി ബന്ധപ്പെട്ട്. അടുത്ത ചോദ്യം 221 ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പരമ്പരാഗത വ്യവസായം അല്ലാത്തത് ഏത്? വ്യവസായം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കയർ വ്യവസായം, ബി കരകൗശല വ്യവസായം, സി റിഫൈനറി വ്യവസായം, ഡി മുള വ്യവസായം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, റിഫൈനറി വ്യവസായമാണ്. അടുത്ത ചോദ്യം ഇതാണ്. 222 ചോദ്യം. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളിൽ സ്ത്രീകൾക്ക് എത്ര ശതമാനം സീറ്റ് സംവരണമാണ് നൽകിയിരിക്കുന്നത്? സ്ത്രീകൾക്ക് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളിൽ എത്ര ശതമാനം സീറ്റ് സംവരണം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 50% സംവരണം നൽകിയിട്ടുണ്ട്. അടുത്ത ചോദ്യം 223 ചോദ്യം. ഏകകക്ഷി സമ്പ്രദായം നിലവിലിരിക്കുന്ന രാഷ്ട്രം ഏതാണ്? ഏകകക്ഷി സമ്പ്രദായം നിലവിലിരിക്കുന്ന രാഷ്ട്രം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ചൈനയാണ്. അടുത്ത ചോദ്യം 224 ചോദ്യം ഇതാണ്. യൂണിറ്റ് വിനിമയം ചെയ്ത ശേഷം കുട്ടിക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് പറയാം. ഇപ്പോഴത്തെ അധ്യാപക സഹായികളിൽ ഇതിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. എ ബോധനോദ്ദേശങ്ങൾ, ബി കരിക്കുലം ഉദ്ദേശങ്ങൾ, സി കരിക്കുലം പ്രസ്താവനകൾ, ഡി പഠന നേട്ടങ്ങൾ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പഠന നേട്ടങ്ങളാണ്. അടുത്ത ചോദ്യം 225 ചോദ്യം ഇതാണ്. എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ടിൽ കൂട്ടുകുടുംബത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഏത് യൂണിറ്റിൽ അധ്യാപികയ്ക്ക് ഇതൊരു റഫറൻസ് സാമഗ്രിയായി ഉപയോഗിക്കാം? ഓപ്ഷൻസ് എ സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ബി ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, സി സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ഡി രാഷ്ട്രതന്ത്രവുമായി ബന്ധപ്പെട്ട്. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട്. അടുത്ത ചോദ്യം 226 ചോദ്യം ഇതാണ്. സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിക്കുന്നതിന് അനുയോജ്യമല്ലാത്ത സമീപനം ഏതാണ്? അനുയോജ്യം അല്ലാത്ത സമീപനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. വിമർശനാത്മക ബോധന ശാസ്ത്രം, ബി പ്രശ്നോന്നിത സമീപനം, സി പ്രക്രിയ ബന്ധിത സമീപനം, ഡി അധ്യാപക കേന്ദ്രീകൃത സമീപനം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അധ്യാപക കേന്ദ്രീകൃത സമീപനമാണ്. 227 ചോദ്യം ഇതാണ്. ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ വേണ്ടതിലും അധികം ക്രിയാശീലനാണ്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ അവന് ബുദ്ധിമുട്ടാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താണ് അവന്റെ പ്രശ്നം? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. അറ്റൻഷൻ ഡെഫിഷ്യന്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ബി മാനസിക വയസ്സിലെത്താത്ത അവസ്ഥ, സി സെറിബ്രൽ പാൾസി, ഡി അംഗവൈകല്യം. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്, അറ്റൻഷൻ ഡെഫിഷ്യന്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. 228 ചോദ്യം. ബ്ലൂമിന്റെ വർഗീകരണത്തിന്റെ ഏറ്റവും ഉയർന്ന ചിന്താശേഷി ഏതാണ്? ബ്ലൂമിന്റെ വർഗീകരണത്തിലെ ഏറ്റവും ഉയർന്ന ചിന്താശേഷി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ്, വിലയിരുത്തലാണ് ശരിയായ ഉത്തരം. വിലയിരുത്തലാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 229 ചോദ്യം. നാമനിർദ്ദേശ പത്രിക സമർപ്പണം, തിരഞ്ഞെടുപ്പ്, ഫലപ്രഖ്യാപനം തുടങ്ങിയ ഘട്ടങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. ഈ ആശയങ്ങൾ കുട്ടികളിൽ എത്തിക്കാൻ ഉപയോഗിക്കാവുന്നത് ഏതു തരം ചാർട്ടാണ്? ഓപ്ഷൻസ് സമയരേഖ ഉൾപ്പെട്ട ചാർട്ട്, ബി ഫ്ലോ ചാർട്ട്, സി ബാർ ഗ്രാഫ് സൂചിപ്പിക്കുന്ന ചാർട്ട്, ഡി പൈ ഡയഗ്രാം സൂചിപ്പിക്കുന്ന ചാർട്ട്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്,
ഫ്ലോ ചാർട്ട് ആണ് ശരിയായ ഉത്തരം. ഫ്ലോ ചാർട്ട്. അടുത്ത ചോദ്യം 230 ചോദ്യം ഇതാണ്. പ്രാദേശിക ചരിത്ര രചനയുടെ പ്രാധാന്യം എന്താണ്? പ്രാദേശിക ചരിത്ര രചനയുടെ പ്രാധാന്യം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ലോകവീക്ഷണം കിട്ടുന്നു. ബി, വിശ്വപൗരൻ എന്ന ആശയം രൂപപ്പെടുന്നു. സി, പ്രദേശത്തിന്റെ ഭൂതകാല സംഭവങ്ങളെ അപഗ്രഥിക്കാനാകുന്നു. ഡി, മറ്റുള്ളവരുമായി ഇടപഴകാനാകുന്നു. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പ്രദേശത്തിന്റെ ഭൂതകാല സംഭവങ്ങളെ അപഗ്രഥിക്കാനാവുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ഇതാണ്. GSLV റോക്കറ്റ്, ലാൻഡർ, ഓർബിറ്റൽ, ലോവർ തുടങ്ങിയ ആശയങ്ങൾ പെട്ടെന്ന് ശേഖരിക്കാനുള്ള മാർഗം ഏതാണ്? ഓപ്ഷൻസ്: ടെലിവിഷൻ, റഫറൻസ് ബുക്ക്, സി, മാസികകൾ, ഡി, പ്രസക്ത വെബ്സൈറ്റ്. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പ്രസക്ത വെബ്സൈറ്റ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്. 232 ചോദ്യം. പ്രക്രിയ ബന്ധിത സമീപനവുമായി ബന്ധപ്പെട്ട് ദണ്ഡിയാത്ര കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള രീതി ഏതാണ്? ദണ്ഡിയാത്രയെ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള രീതി ഏതാണ്? എ, ഉപന്യാസ രചന, ബി, റോൾ പ്ലേ, സി, പ്രസംഗ രീതി, ഡി, അസൈൻമെന്റ്. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, റോൾ പ്ലേ ആണ് ശരിയായ ഉത്തരം. റോൾ പ്ലേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അധ്യാപികയ്ക്ക് വ്യത്യസ്ത ഗ്രഹങ്ങളുടെ വലുപ്പ വ്യത്യാസം കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി ഏത് പഠന ബോധന സാമഗ്രിയാവും കൂടുതൽ സഹായകമാവുക? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഗ്ലോബ്, ബി, ഗ്രഹങ്ങളുടെ പ്രത്യേക ചിത്രങ്ങൾ, സി, ആനുപാതിക വലിപ്പമുള്ള പന്തുകൾ, ഡി, ആകാശഗംഗയുടെ ചിത്രം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആനുപാതിക വലിപ്പമുള്ള പന്തുകൾ. അടുത്ത ചോദ്യം ഇതാണ്. 234 ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, VS രമാദേവിയാണ്. VS രമാദേവിയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 235 ചോദ്യം ഇതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഉൽപാദന ഘടകം അല്ലാത്തത്? ഉൽപാദന ഘടകം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഭൂമി, അധ്വാനം, മൂലധനം, മാന്യം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മാന്യം. അടുത്ത ചോദ്യം നോക്കാം. 236 ചോദ്യം ഇതാണ്. മുള മുറിക്കുന്നു, ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു, പേപ്പർ നിർമ്മിക്കുന്നു, കടകളിലൂടെ കച്ചവടം ചെയ്യുന്നു. മേൽപ്പറഞ്ഞ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഏതാണ്? ഓപ്ഷൻസ്: ചരിത്രം, രാഷ്ട്രതന്ത്രം, സമൂഹശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സാമ്പത്തിക ശാസ്ത്രം ഏതാണ്. അടുത്ത ചോദ്യം 237 ചോദ്യം ഇതാണ്. ജീവിതത്തിലുടനീളമുള്ള വിദ്യാഭ്യാസത്തിന്റെ 4 തൂണുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ്: എ, അറിയാനുള്ള പഠനം, ഡി, മനസ്സിലാക്കാനുള്ള പഠനം, സി, പ്രവർത്തിക്കാനുള്ള പഠനം, ഡി, ഒരുമിച്ച് ജീവിക്കാനുള്ള പഠനം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മനസ്സിലാക്കാനുള്ള പഠനം. മനസ്സിലാക്കാനുള്ള പഠനമാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 238 ചോദ്യം. ക്ലാസ് കഴിഞ്ഞ ശേഷമുള്ള അധ്യാപികയുടെ പ്രതിഫലനാത്മക ചിന്ത എന്താണ്? ഓപ്ഷൻസ്: എ, പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രതിഫലനം, ബി, പ്രവർത്തനത്തെ കുറിച്ചുള്ള പ്രതിഫലനം, സി, പ്രവർത്തനത്തിനിടയിലുള്ള പ്രതിഫലനം, ഡി, പ്രവർത്തനത്തിലേക്കുള്ള പ്രതിഫലനം. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രവർത്തനത്തെ കുറിച്ചുള്ള പ്രതിഫലനമാണ്. അടുത്ത ചോദ്യം 239 ചോദ്യം ഇതാണ്. അധ്യാപികയ്ക്ക് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനായി ഒരു വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഏത് സൗജന്യ സോഫ്റ്റ്വെയർ ആണ് ഈ ആവശ്യത്തിന് പ്രയോജനപ്പെടുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. മാർബിൾ, ജിംബ്, ഓപ്പൺ ഷോട്ട്, ജിയോജിബ്ര. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ഓപ്പൺ ഷോട്ട് ആണ് ശരിയായ ഉത്തരം. ഓപ്പൺ ഷോട്ട്. ഓക്കെ, അടുത്ത ചോദ്യം 240 ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗവൺമെന്റിന്റെ ഘടകമല്ലാത്തത് ഏതാണ്? ഘടകം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, നിയമനിർമ്മാണ സഭ, ബി, പരമാധികാരം, സി, കാര്യനിർവഹണ വിഭാഗം, ഡി, നീതിന്യായ വിഭാഗം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പരമാധികാരമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 241 ചോദ്യം ഇതാണ്. ഭൂമിയിലെ ഏറ്റവും സാന്ദ്രതയുള്ള പാളി ഏതാണ്? ഭൂമിയിലെ ഏറ്റവും സാന്ദ്രതയുള്ള പാളി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി തന്നെയാണ്, അകക്കാമ്പാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 242 ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നതിൽ കാളയും കരടിയും എന്ന പദങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാളയും കരടിയും എന്ന പദങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓഹരി വിപണിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം. ഒരു ട്രോപ്പോഗ്രഫിക്കൽ ഭൂപടത്തിൽ മഞ്ഞ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി ആണ്, കൃഷിഭൂമിയെയാണ് സൂചിപ്പിക്കുന്നത്, കൃഷിഭൂമിയെ.
അടുത്ത ചോദ്യം 244 ചോദ്യം ഇതാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, EMS നമ്പൂതിരിപ്പാടാണ്. EMS ആണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അടുത്ത ചോദ്യം ഇന്ത്യയുടെ മാനക രേഖാംശമാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. റിപ്പീറ്റഡ് ചോദ്യമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. അടുത്ത ചോദ്യം 240 ചോദ്യം ഇതാണ്. സൂക്ഷ്മ ശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? സൂക്ഷ്മ ശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, മധ്യശിലായുഗമാണ് സൂക്ഷ്മ ശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം. അടുത്ത ചോദ്യം 247 ചോദ്യം ഇതാണ്. കിട്ടൂർ ചെന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരായി കലാപം നയിച്ച സ്ഥലം ഏതാണ്? അതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, കർണാടകമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. 248 ചോദ്യം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബാരോമീറ്റർ ആണ് ശരിയായ ഉത്തരം, ബാരോമീറ്റർ. അടുത്ത ചോദ്യം 249 ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല ഏതാണ്? ഓപ്ഷൻസ്: വ്യവസായ മേഖല, സേവന മേഖല, കാർഷിക മേഖല, ഡി ഇവ ഒന്നുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കാർഷിക മേഖലയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല. അടുത്ത ചോദ്യം 250 ചോദ്യം ഇതാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സൂര്യ സെൻ ആണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ സൂര്യ സെൻ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. 250 ചോദ്യം. ഹിതകാരിണി സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ജോൺ കെ ആണ്. ജോൺ കെ ആണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം 253 ചോദ്യം. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏത് വർഷമാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം 1951 ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം വീണ്ടും റിപ്പീറ്റഡ് ചോദ്യം. 257 ചോദ്യം ഇതാണ്. വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതാണ്? വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി ആണ്, മോഹൻജദാരോ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 255 ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പുതിയ സാമ്പത്തിക നയവുമായി ബന്ധം ഇല്ലാത്തത്? പുതിയ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ്: എ ആഗോളവൽക്കരണം, ബി ഭൂപരിഷ്കരണം, സി സ്വകാര്യവൽക്കരണം, ഡി ഉദാരവൽക്കരണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭൂപരിഷ്കരണമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 256 ചോദ്യം ഇതാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നദികളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കാവേരിയാണ്. 257 ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാജസ്ഥാൻ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 258 ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഓപ്ഷൻസ്: പഞ്ചസാര, ബി രാസവള വ്യവസായം, സി തുകൽ വ്യവസായം, ഡി പരുത്തി തുണി വ്യവസായം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 260 ചോദ്യം ഇതാണ്. ഡിസംബർ 22 അറിയപ്പെടുന്നത് എന്തിനാണ്? ഡിസംബർ 22 അറിയപ്പെടുന്നത്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശൈത്യ അയനാന്തമാണ് ഡിസംബർ 22, ശൈത്യ അയനാന്തം. അടുത്ത ചോദ്യം 261 ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ഏതു സംസ്ഥാനമാണ് ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്നത്? ഇന്ത്യയിലെ ഏതു സംസ്ഥാനമാണ് ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, ഉത്തർപ്രദേശ് ആണ് ശരിയായ ഉത്തരം. 262 ചോദ്യം ഇതാണ്. റങ്കൂണിലേക്ക് നാടുകടത്തപ്പെട്ട 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. കൻവർ സിംഗ്, ബി താന്തിയോ തോപ്പി, സി നാനാ സാഹിബ്, ഡി ബഹദൂർ ഷാ സഫർ. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബഹദൂർ ഷാ സഫർ ആണ് ശരിയായ ഉത്തരം. ബഹദൂർ ഷാ സഫർ ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യം നോക്കാം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ രൂപീകരണത്തിന് കാരണമായ ആഗോളവാദം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ രൂപീകരണത്തിന് കാരണമായ ആഗോളവാദത്തിന്റെ പേര് ഓപ്ഷൻ എ ആണ് തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്. റിപ്പീറ്റഡ് ആയി വന്ന ചോദ്യം, മറ്റൊരു ചോദ്യം. അടുത്ത ചോദ്യം 267 ചോദ്യം ഇതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്രകാരമുള്ള ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്രകാരമുള്ള ബാങ്കാണ്? അതൊരു പൊതുമേഖലാ ബാങ്കാണ്. പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 265 ചോദ്യം ഇതാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ബുധനാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. 266 ചോദ്യം ഇതാണ്. ഖേദ കർഷക സമരം നടന്ന വർഷം ഏതാണ്? ഖേദ കർഷക സമരം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1918 ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 267 ചോദ്യം ഇതാണ്. ലന്തക്കാർ എന്നറിയപ്പെട്ട യൂറോപ്യന്മാർ ആരാണ്? ലന്തക്കാർ എന്നറിയപ്പെട്ടത് ആരെയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഡച്ചുകാരാണ് ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നത്. ഡച്ചുകാരാണ് ശരിയായ ഉത്തരം. 268 ചോദ്യം ഇതാണ്. രാജ്യസമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? രാജ്യസമാചാരം എന്ന പത്രം ആരുടേതാണ് പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ബി ഹെർമൻ ഗുണ്ടർട്ട് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരിച്ചറിയുക. സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട പ്രസ്താവന നോക്കാം. 1. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി. ബി. കണികകൾ അയോണീകൃത അവസ്ഥയിൽ. സി. ഓസോണിന്റെ ഏറ്റവും വലിയ കേന്ദ്രീകരണം. ഡി. ഏറ്റവും താഴ്ന്ന താപനിലയുള്ള പാളി. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി തന്നെയാണ്. ഓസോണിന്റെ ഏറ്റവും വലിയ കേന്ദ്രീകരണമാണ് സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ചോദ്യം 270 ചോദ്യം ഇതാണ്. 1964 ബക്സാർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഭരണാധികാരി ആരാണ്? 1964 ബക്സാർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഭരണാധികാരി ഓപ്ഷൻ ഡി ആണ് സിറാജുദ്ദൗളയാണ് ശരിയായ ഉത്തരം. സിറാജുദ്ദൗള. അടുത്ത ചോദ്യം നോക്കാം. 271 ചോദ്യം. ബോധനത്തിന്റെ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയം ഏതാണ്? ബോധനത്തിന്റെ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയത്തിന്റെ പേര് ഓപ്ഷൻ ബി ആണ് ആത്യന്തിക മൂല്യനിർണ്ണയം. അടുത്ത ചോദ്യം നോക്കാം. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ലക്ഷണങ്ങൾ ഓപ്ഷൻ നോക്കാം. എ. വിശാലവും പൊതുവായതുമാണ്. ബി. നിരീക്ഷിക്കാവുന്നതാണ്. സി. അളക്കാവുന്നതാണ്. ഡി. സ്പഷ്ടമാണ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് വിശാലവും പൊതുവായതുമാണ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. 273 ചോദ്യം ഇതാണ്. പാഠ്യപദ്ധതി സംഘാടനത്തിന്റെ സമീപനമല്ലാത്തത് ഏത്? പാഠ്യപദ്ധതി സംഘാടനത്തിന്റെ സമീപനമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ യൂണിറ്റ് സമീപനം. ബി ചരിത്ര സമീപനം. സി ടോപ്പിക്കൽ സമീപനം. ഡി സ്പൈറൽ സമീപനം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ചരിത്ര സമീപനമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 275 ചോദ്യം ഇതാണ്. ഒരു ഗ്രാഫിക് പഠന സഹായി ഏതാണ്? ഇവയിൽ ഒരു ഗ്രാഫിക് പഠന സഹായി ഏതാണ്? ഗ്ലോബ്, ചാർട്ട്, ചോക്ക് ബോർഡ്, മാതൃക. ഇവയിൽ ഏതാണ് ഒരു ഗ്രാഫിക് പഠന സഹായി എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ചാർട്ടാണ് ശരിയായ ഉത്തരം. ഒരു ഗ്രാഫിക് പഠന സഹായി ചാർട്ടാണ്. അടുത്ത ചോദ്യം 276 ചോദ്യം ഇതാണ്. ജനങ്ങളുടെ കരാറിന്റെ ഫലമായാണ് രാഷ്ട്രം രൂപം കൊണ്ടത് എന്ന് വ്യക്തമാക്കുന്ന സിദ്ധാന്തം ഏതാണ്? ജനങ്ങളുടെ കരാറിന്റെ ഫലമായാണ് രാഷ്ട്രം രൂപം കൊണ്ടത് എന്ന് വ്യക്തമാക്കുന്ന സിദ്ധാന്തം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം. 277 ചോദ്യം ഇതാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിർദ്ദേശിച്ച ആദ്യ കമ്മിറ്റി ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അടുത്ത ചോദ്യം നോക്കാം. 278 ചോദ്യം. യുഎസ്എയിൽ നിലവിലിരിക്കുന്ന കക്ഷി സമ്പ്രദായം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ദ്വികക്ഷി സമ്പ്രദായമാണ്. അടുത്ത ചോദ്യം 279 ചോദ്യം ഇതാണ്. പ്രീ ആക്റ്റീവ് അധ്യാപന ഘട്ടത്തിലെ ഒരു പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നിദാന നിർണയം. ബി പ്രബലനം. സി ഉദ്ദേശങ്ങൾ തയ്യാറാക്കൽ. ഡി ഉള്ളടക്ക അവതരണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഉദ്ദേശങ്ങൾ തയ്യാറാക്കൽ. അടുത്ത ചോദ്യം ഇതാണ്. 280 ചോദ്യം. വിദ്യാഭ്യാസ ഉദ്ദേശങ്ങളെ ആർച്ച് ദേവ് വർഗീകരിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. ആർച്ച് ദേവ് വർഗീകരിച്ചത് എങ്ങനെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഭൗതിക മണ്ഡലത്തെ. ബി ഭാവമണ്ഡലത്തെ. സി മനഃശാല മണ്ഡലത്തെ. ഡി വൈകാരിക മണ്ഡലത്തെ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് മനഃശാല മണ്ഡലത്തെയാണ് ശരിയായ ഉത്തരം.
അടുത്ത ചോദ്യം 281 ചോദ്യം എന്താണ്? ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ഓപ്ഷൻ എ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത ചോദ്യം 282 ചോദ്യം ഏറ്റവും പഴക്കമേറിയ ബോധന രീതി ഏത്? ഏറ്റവും പഴക്കമേറിയ ബോധന രീതി ഇവയിൽ ഏതാണ്? പ്രസംഗ രീതി, പ്രോജക്റ്റ് രീതി, ഉറവിട രീതി, ആഗമന രീതി. ഏറ്റവും പഴക്കമേറിയത് പ്രസംഗ രീതിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 283 ചോദ്യം ഇതാണ്. തിരിച്ചറിയുക എന്ന സ്പഷ്ടീകരണം ഏത് തലത്തിൽ ഉൾപ്പെടുന്നു? തിരിച്ചറിയുക എന്ന സ്പഷ്ടീകരണം ഏത് തലത്തിലാണ് ഉൾപ്പെടുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, അറിവ് എന്ന തലത്തിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം സാമൂഹ്യ ശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കമേറിയ വിഷയം ഏതാണ്? സാമൂഹ്യ ശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കമേറിയ വിഷയം ഓപ്ഷൻ എ സമൂഹശാസ്ത്രം, ബി സാമ്പത്തിക ശാസ്ത്രം, സി ചരിത്രം, ഡി നരവംശാസ്ത്രം. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ചരിത്രമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 285 ചോദ്യം ഇതാണ്. ചർച്ചാ രീതിയുടെ നേട്ടം എന്താണ്? ഓപ്ഷൻസ് വൈകാരിക സംഘർഷം ഉണ്ടാക്കുന്നു, ബി മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം, സി പരിമിതമായ വിദ്യാർത്ഥികളുടെ മേധാവിത്വം, ഡി അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം. അടുത്ത ചോദ്യം 286 ചോദ്യം ഇതാണ്. ഉദ്ദേശാധിഷ്ഠിത ബോധനത്തിന്റെ ഘടകമല്ലാത്തത് ഏത്? ഉദ്ദേശാധിഷ്ഠിത ബോധനത്തിന്റെ ഘടകമല്ലാത്തത് ഇവിടെ ഓപ്ഷൻ സി ആണ്, ഉൽപ്പന്നമാണ് ശരിയായ ഉത്തരം. ഉൽപ്പന്നമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 287 ചോദ്യം ഇതാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ മൗലികാവകാശം അല്ലാത്തത് ഏത്? മൗലികാവകാശം അല്ലാത്തത് ഓപ്ഷൻസ് നോക്കാം. സ്വത്തവകാശം, ബി സമത്വത്തിനുള്ള അവകാശം, സി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഡി ചൂഷണത്തിനെതിരെയായ അവകാശം. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്വത്തവകാശമാണ് ശരിയായ ഉത്തരം. 288 ചോദ്യം ഇതാണ്. ഒരു ശോധകത്തിന്റെ സാധുതയാണ്. ഒരു ശോധകത്തിന്റെ സാധുത എന്താണ്? സ്വദേശപരമാണ്. സ്വദേശപരമാണ് ഒരു ശോധകത്തിന്റെ സാധുത. അടുത്ത ചോദ്യം 289 ചോദ്യം ഇതാണ്. നിയമം നടപ്പിലാക്കൽ ചുമതലയായിരിക്കുന്നത് ആർക്കാണ്? നിയമം നടപ്പിലാക്കൽ ചുമതലയായിരിക്കുന്നത് ആർക്കാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ നോക്കാം. നിയമ നിർമ്മാണ സഭ, ബി കാര്യനിർവഹണ വിഭാഗം, സി നീതിന്യായ വിഭാഗം, ഇവ എല്ലാം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാര്യനിർവഹണ വിഭാഗത്തിനാണ് നിയമം നടപ്പിലാക്കാനുള്ള ചുമതല. അടുത്ത ചോദ്യം 290 ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസങ്ങളെ മറികടക്കാൻ അനുയോജ്യമായത് ഏതാണ്? വ്യക്തി വ്യത്യാസങ്ങളെ മറികടക്കാൻ അനുയോജ്യമായത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഇരട്ട സ്ഥാനക്കയറ്റം, ബി സങ്കര ഗ്രൂപ്പുകളാക്കൽ, സി ഏകജാതീയ ഗ്രൂപ്പുകളാക്കൽ, സി ത്വരിതപ്പെടുത്തൽ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സങ്കര ഗ്രൂപ്പുകളാക്കൽ. അടുത്ത ചോദ്യം റിപ്പീറ്റഡ് ചോദ്യം വീണ്ടും 291 ചോദ്യം. നീല വിപ്ലവം എന്തിനെ സൂചിപ്പിക്കുന്നു? നീല വിപ്ലവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നീല വിപ്ലവം സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ സി മത്സ്യത്തെയാണ്. മത്സ്യമാണ് നീല വിപ്ലവം. അടുത്ത ചോദ്യം 290 ചോദ്യം ഇതാണ്. മൂല്യങ്ങളും മനോഭാവങ്ങളും വളരുക എന്നത് ഏതിന് ഉദാഹരണമാണ്? മൂല്യങ്ങളും മനോഭാവങ്ങളും വളരുക എന്നത് ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ് അന്വേഷണ ഉദ്ദേശങ്ങൾ, നൈപുണി ഉദ്ദേശങ്ങൾ, വൈകാരിക ഉദ്ദേശങ്ങൾ, ഉള്ളടക്ക ഉദ്ദേശങ്ങൾ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വൈകാരിക ഉദ്ദേശങ്ങൾ. അടുത്ത ചോദ്യം ഇതാണ് 293 ചോദ്യം. പഠനാനുഭവങ്ങളുടെ കോൺ വികസിപ്പിച്ചെടുത്തത് ആരാണ്? പഠനാനുഭവങ്ങളുടെ കോൺ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എഡ്ഗാർ ഡയൽ ആണ് ശരിയായ ഉത്തരം, എഡ്ഗാർ ഡയൽ. അടുത്ത ചോദ്യം നോക്കാം. 294 ചോദ്യം ഇതാണ്. ഉള്ളടക്ക വിശകലനം ആവശ്യമില്ലാത്തത് ഇവയിൽ ഏതിനാണ്? ഉള്ളടക്ക വിശകലനം ആവശ്യമില്ലാത്തത് ഓപ്ഷൻസ് പാഠാസൂത്രണത്തിൽ, ബി യൂണിറ്റ് ആസൂത്രണത്തിൽ, സി വാർഷികാസൂത്രണത്തിൽ, ഡി ബോധനാപഗ്രഥത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വാർഷികാസൂത്രണത്തിലാണ് ഉള്ളടക്ക വിശകലനം ആവശ്യം ഇല്ലാത്തത്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. വ്യക്തിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഭരണ വ്യവസ്ഥ ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജനാധിപത്യമാണ്. അടുത്ത ചോദ്യം. സ്കിന്നർ വികസിപ്പിച്ചെടുത്ത ക്രമീകൃത പഠന രീതി ഏത്? സ്കിന്നർ വികസിപ്പിച്ചെടുത്ത ക്രമീകൃത പഠന രീതി ഓപ്ഷൻ സി രേഖീയ കാര്യക്രമം. രേഖീയ കാര്യക്രമം. അടുത്ത ചോദ്യം 289 ചോദ്യം. ട്രാൻസ്പെറന്റ് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ഓവർ ഹെഡ് പ്രോജക്റ്റിലാണ് ട്രാൻസ്പെറന്റ് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്, ഓവർ ഹെഡ് പ്രോജക്റ്റ്. അടുത്ത ചോദ്യം 299 ചോദ്യം. പാഠ്യപദ്ധതിയിൽ കാലഗണനയ്ക്ക് പ്രാധാന്യമുള്ളത് ഏതിനാണ്? പാഠ്യപദ്ധതിയിൽ കാലഗണനയ്ക്ക് പ്രാധാന്യമുള്ളത് ഓപ്ഷൻ ബി
ചരിത്രങ്ങൾക്കാണ് കാലഗണനയ്ക്ക് പ്രാധാന്യമുള്ളത്. അടുത്ത ചോദ്യം 300ാമത്തെ ചോദ്യം ഇതാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായം ഏതാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഇലക്ട്രോണിക് വ്യവസായം, ബി കെമിക്കൽ വ്യവസായം, സി ഗ്ലാസ് വ്യവസായം, ഡി കയർ വ്യവസായം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കയർ വ്യവസായമാണ്. അങ്ങനെ കേറ്റഡ് സോഷ്യൽ സയൻസിലെ 300 മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാ ചോദ്യ പേപ്പറിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യ മേഖലകളുണ്ട്. അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പല ചോദ്യങ്ങളും നമ്മൾ കണ്ടു. സോ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം ഓർക്കുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.